ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിട്ടുള്ള വാത്സല്യ സഹോദരങ്ങളെയും വിശിഷ്യ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന അവിടുത്തെ വിലപ്പെട്ട ദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ മീറ്റിങ്ങിലേക്ക് വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതുതായി ആരെങ്കിലും നമ്മുടെ നടുവിൽ ഉണ്ടോ എന്നറിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ അവരെയും വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ കാര്യത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് സംസാരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 1-2 ആഴ്ച നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ ഏറിയ പങ്കും ലേവ്യ പുസ്തകത്തിൽ നിന്നും പുറപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെയാണ് പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടുകയും ദൈവവചനം ധ്യാനിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു യാത്രയിലായിരുന്നു. ആ യാത്രാ സമയത്തൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ കഴിഞ്ഞ ദിവസവും അതിന് മുൻപുള്ള ആഴ്ചയിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ പ്രിയ സഹോദരങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും മുന്നോട്ട് പറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ പറയുക, അതും ഇതൊന്നും അകത്തില്ലാതെ പോകും. അതുകൊണ്ട് വളരെ താഴ്മയോടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. തുടക്ക സമയത്ത് കഴിഞ്ഞ 2 ആഴ്ച ഞാൻ പറഞ്ഞു ലേവ്യ പുസ്തകത്തിൽ നിന്നൊക്കെയാണ് സംസാരിച്ചത്. അതിന് തൊട്ട് മുൻപുള്ള ആഴ്ചയിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പ്രചോദനം ലഭിച്ചതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നത്. അതായത് വിശിഷ്യ കർത്താവിൻ്റെ ദാസന്മാർ ശുശ്രൂഷയിൽ ഇറങ്ങി നിൽക്കുന്നവർ അവർ സമ്പൂർണ്ണ സമർപ്പിതരായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതായത് ദേഹം ദേഹി ആത്മാവിൽ സമ്പൂർണ്ണമായും അവർ ബലിപീഠത്തിലായിരിക്കണം. അവർക്കായിട്ട് ജീവിക്കാൻ പാടില്ല. തങ്ങൾക്കായിട്ട് മരിച്ചുയർത്തവന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അവരെ ഒരു പാതുകമെന്ന വണ്ണം ചവിട്ടി നിന്നുകൊണ്ട് വലിയവനായ ദൈവം അവരിലൂടെ സംസാരിക്കണം. അവരെ കാണുന്ന ആരും അവരെ കാണരുത് എന്ന് പറഞ്ഞാൽ അവരെ കാണുന്നവർ കർത്താവിനെ കാണണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നു. എന്നാൽ ഈ തലമുറയിലെ യൗവനക്കാരായ ശുശ്രൂഷകർ, അതായത് ഒരു 20 വയസ്സിന് മുകളിലേക്ക് ശുശ്രൂഷയിൽ ഇറങ്ങിയിരിക്കുന്നവർ, ഒരു 40 വയസ്സിനിടയിലൊക്കെയുള്ള ആളുകളുണ്ട്. അത്തരക്കാരിൽ പലരും തങ്ങളെ തന്നെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ ആ കാര്യത്തെ ഒന്ന് പറയേണ്ടി വന്നു. അങ്ങനെ പറഞ്ഞാണ് ഈ ഒരു വിഷയത്തിലേക്ക് വന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഗൗരവവും അതിൻ്റെ ആഴങ്ങളുമാണ് നമ്മൾ വചനത്തിലൂടെ കണ്ടത്. അതിന് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അതിന് പല ചാപ്റ്ററുകളും തുറന്നിട്ടുണ്ട്. ലേവ്യ പുസ്തകം മാത്രമല്ല, യെശയ്യാവ് 53 നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. നിഴലായ ചില കാര്യങ്ങളെ മുൻനിർത്തി ഇങ്ങനെയെല്ലാം പറഞ്ഞു മുന്നോട്ട് പോയി. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഭോജനയാഗത്തെ കണ്ടത്. ആ ഭോജനയാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതം നമ്മുടെ മുമ്പാകെ തുറന്നു വരികയായിരുന്നു. അതിലൂടെ ഭോജനയാഗത്തിൻ്റെ ഒരു ഡീറ്റെയിൽ പഠനത്തിലല്ല പോയത്, എന്നാൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങളെ നമ്മൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളെ കണ്ടെത്തുകയായിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളിൽ ചിലരോടെല്ലാം ഞാൻ ചോദിക്കാൻ പോവുകയാണ്, നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന്. അതായത് നീട്ടി പരത്തി പറയാനല്ല, ചുരുക്കം വാക്കിൽ അല്ലെങ്കിൽ 1-2 വാക്കിൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന്, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്നുള്ള കാര്യം ഒന്ന് പറയേണ്ടതുണ്ട്. ഞാൻ ആദ്യമേ ചോദിക്കുന്നത് രതീഷിനോടാണ്. ഒത്തിരി അകലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ആദ്യം കണ്ട ആളോട് ചോദിക്കാമല്ലോ. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മളിവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ കുറച്ച് ആൾക്കാർക്ക് പിന്നീട് നമ്മുടെ മെസ്സേജുകളൊക്കെ ധാരാളം പേര് കേൾക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ടോപ്പിക്ക് അധികം പേര് കേൾക്കില്ല. കഴിഞ്ഞ 2 ആഴ്ചത്തെ മെസ്സേജ് നിങ്ങൾക്കറിയാം, അത് അധികം ആളുകൾ കേൾക്കുന്ന മെസ്സേജല്ല. എന്തെങ്കിലും വിവാദങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ആളുകൾ കേൾക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു, PC നാക്കിൽ ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 5000-10000 പേര് കാണും. അതേസമയം നമ്മുടെ ക്രിസ്തീയ ജീവിതം പരുവപ്പെടുത്തിയെടുക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആണുമില്ല പെണ്ണുമില്ല കേൾക്കാൻ. അതാണ് പൊതുവെ നമ്മൾ കാണുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചോദിക്കുകയാണ് രതീഷിനോട്, കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ പറഞ്ഞ ആ വിഷയങ്ങൾ അതിൻ്റെ ഒരു ശരിയായ ഉള്ളടക്കത്തിൽ ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്നോ ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊക്കെ പറയുന്നതിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നമ്മൾ വീണ്ടും പറയും അതൊക്കെ.
രതീഷ് അപ്പോൾ സമ്പൂർണ്ണമായി മനസ്സിലാക്കി എന്നൊന്നും ഞാനും ധരിക്കുന്നില്ല. എന്നാൽ പ്രസംഗകൻ്റെ ഉള്ളിലെ ആ ഒരു ബേർഡൻ അയാൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് എന്താണ് എന്ന് ഒരു രത്നച്ചുരുക്കം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ആ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അതുപോലെ ജോയ്സിയോട് ചോദിക്കുകയാണ്, ജോയ്സി ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയണം. നമ്മൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രതീഷ് പറഞ്ഞ പോലെ പറയാം. അപ്പം നമ്മൾ ചോദിച്ച സഹോദരങ്ങളൊക്കെ പറയുന്നത് അവരിൽ പലർക്കും കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ തന്നെ പ്രസംഗിക്കാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരാരും പ്രസംഗിക്കുകയൊന്നുമില്ല. എന്നാൽ പ്രസംഗൻ അവതരിപ്പിച്ച കാര്യം എന്താണെന്ന് പിടികിട്ടി. ചാപ്റ്റർ 2 വെളിപ്പെട്ട് വന്നത് യേശുക്രിസ്തുവിൻ്റെ ലൈഫാണ്. ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ട് വന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ബത്ലഹേ മുതലങ്ങ് ഗോൽഗോഥ വരെയുള്ള ആ ഒരു സഞ്ചാരം, ആ സഞ്ചാരം, അവൻ ഇളയതൈ പോലെ വളർന്നു വരുന്നതും വരണ്ട നിലത്ത് വേർമുളച്ചു വന്നതും ഒക്കെ കാണുകയായിരുന്നു നമ്മൾ. ഒട്ടും അനുകൂലമല്ലാത്ത പരിതസ്ഥിതിയിലൂടെ മുൻപോട്ട് വന്നത്. പിന്നെ സമയമായപ്പോൾ കാലസമ്പൂർണതയിൽ കൊയ്തെടുത്ത കാര്യം, അങ്ങനെ കൊയ്തെടുത്ത് മെതിച്ച് പിന്നെ നുറുക്കി ഫൈൻ ഫ്ലവർ ആക്കിയത്, അതായത് നേരിയ മാവാക്കിയെടുത്തു. ആ നേരിയ മാവെന്ന് പറയുമ്പോൾ അവൻ്റെ സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ, ആ ക്യാരക്ടറിലേക്ക് നോക്കുമ്പോൾ, അവൻ്റെ നീതിബോധമാകട്ടെ, അവൻ്റെ എല്ലാ കാര്യങ്ങളുമാകട്ടെ, അവിടെ എല്ലാം വെളിപ്പെട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ആ വിഷയം പഠിക്കണം. ആ വിഷയത്തിലേക്ക് നമ്മൾ പോയില്ല. സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, നമ്മൾ ഭോജനയാഗത്തിൻ്റെ ഒരു ഡീറ്റെയിൽ പഠനത്തിലേക്ക് പോയില്ല. നമ്മൾ ശരിക്കും കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച പറഞ്ഞ ആ മെസ്സേജ് അവസാനിപ്പിച്ചത് ഈ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ 14 മുതൽ അവസാനം 16 വരെയുള്ള വാക്യങ്ങളെ മുൻനിർത്തി ആദ്യ ഫലം ഭോജനയാഗമായി അർപ്പിക്കുന്നെങ്കിൽ അത് തീയിൽ ചുട്ടെടുക്കണം. ആ കോൺ തീയിൽ ചുട്ടെടുക്കണം. അത് കോണാകട്ടെ, ഇനി ഗോതമ്പാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, അത് തീയിൽ ചുട്ടെടുത്തിട്ട് അതിൻ്റെ മണികൾ ഉതിർത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുന്തിരിക്കവും ചേർത്ത് എണ്ണയിൽ ബലിപീഠത്തിൽ അർപ്പിക്കണം. അങ്ങനെയാണ് ആദ്യഫലം ഭോജനയാഗമായി അർപ്പിക്കുകയാണെങ്കിലത്തെ കാര്യം പറയുന്നത്. ആദ്യഫലത്തെക്കുറിച്ചുള്ള പഠനം എപ്പോഴും നമ്മുടെ മുമ്പിൽ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടായിരിക്കും. അത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ പഠനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പിന്നെ നമ്മൾ യാക്കോബിൻ്റെ പുസ്തകത്തിൽ പോവും. അവിടെ നിന്ന് ഉത്തമഗീതത്തിലേക്ക് പോവും. കെട്ടിയടച്ച തോട്ടം, ആ കെട്ടിയടച്ച തോട്ടത്തിലേക്കൊക്കെ വരും. അങ്ങനെ അവിടുത്തെ ചില ഉറവുകളൊക്കെ കാണും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യഫലത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ആദ്യഫലം ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ലൈഫ് എങ്ങനെയാണ്? ആദ്യഫലം എന്ന നിലയിൽ തീയിൽ ചുട്ട് മണികൾ ഉതിർത്ത് എണ്ണയിൽ അങ്ങനെ അർപ്പിച്ച കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് വളരെ മനോഹരമായ ഒന്നാണല്ലോ ഈ കോൺ എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ചോളം എന്ന് പറയും. ആ കോൺ അത് ഒരു സ്വർണ്ണവർണ്ണ നിറമാണ്. എന്നാൽ അത് തീയിലൂടെ കടത്തി വിടുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഭയങ്കരമല്ലേ. ആ മാറ്റങ്ങൾ അത് വെച്ചിട്ടാണ് നമ്മൾ യെശയ്യാവ് 53 മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞത്, രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക യാതൊരു സൗന്ദര്യവുമില്ലായിരുന്നു എന്ന് പറയുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. പിന്നീട് നമ്മൾ അതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പണ്ടൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. എന്നാൽ ഒത്തിരി പേര് പുതുതായി നമ്മളെ കേൾക്കുന്നുണ്ട്. ആ സഹോദരങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളത് പറഞ്ഞത്. അതായത് സമാഗമന കൂടാരത്തെ മുൻനിർത്തി ഒരു നിഴലെന്ന നിലയിൽ ദൈവസഭയെയും ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് യേശുക്രിസ്തുവും ദൈവസഭയും അതിൻ്റെ നിഴലും, അതായത് ഒരു സൈഡിൽ നമ്മൾ യേശുക്രിസ്തുവിനെ നിർത്തുന്നു, അതിനോട് ചേർത്ത് നമ്മൾ ദൈവസഭയെ നിർത്തുന്നു. ഇത് രണ്ടും നിൽക്കുമ്പോൾ രണ്ടിൻ്റെ നിഴലിലേക്ക് നോക്കുകയാണ്. രണ്ടിൻ്റെ നിഴലിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് സമാഗമന കൂടാരമാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തെയാണത് കാണിക്കുന്നത്, സമാഗമന കൂടാരം. അതുപോലെ ദൈവസഭ ഈ ഭൂമിയിലായിരിക്കുന്നതാണ് സമാഗമന കൂടാരം കാണിക്കുന്നത്. അപ്പോൾ യെരൂശലേം ദേവാലയം ഇല്ലേ എന്ന് ചോദിച്ചാൽ, യെരൂശലേം ദേവാലയവും അനുബന്ധ കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയ ഭൂമിയുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അത് ഈ ഭൂമിയിലെ കാര്യമായിട്ടല്ല നമ്മൾ പറയുന്നത്. കാരണം അതൊരു പെർമനൻറ്റ് സ്ട്രക്ചറാണ്. ദൈവസഭയെ സംബന്ധിച്ച് അതൊരു പെർമനൻറ്റ് സ്ട്രക്ചർ അല്ല. അത് സഞ്ചരിക്കുന്നവരുടെ സംഘമാണ്. ഒരു മൊബൈൽ ടെമ്പിളാണ്.
സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയല്ലേ ദൈവസഭ. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാരവാസികളുടെ സംഘം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ രണ്ട് കാര്യവും അത് ആ ടോപ്പിക്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയമൊക്കെ പഠിച്ചു പോയ സമയങ്ങളിൽ, ധ്യാനിച്ച സമയങ്ങളിൽ അങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പല കേൾവിക്കാർക്കും അത് പിടികിട്ടാതെ പോകാതിരിക്കാനാണ് ഇടയ്ക്ക് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെയും കൂടി ഒന്ന് കൂടെ ചേർത്ത് നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതാണ്. അപ്പം ഒരു സൈഡിൽ സമാഗമന കൂടാരം നിൽക്കുന്നു, മറു സൈഡിൽ കർത്താവും അവൻ്റെ സഭയും നിൽക്കുന്നു. അത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, അങ്ങനെ മനസ്സിലാക്കണം. സഭയെന്ന് പറഞ്ഞാൽ സഭയിൽ ക്രിസ്തു മറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിൽ സഭ മറഞ്ഞിരിക്കുകയാണ്. അത് ഇഴപിരിക്കാൻ പറ്റാത്ത നിലയിലാണ്, രണ്ടും അങ്ങനെ ചേർന്നിരിക്കുകയാണ്. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയല്ലേ. അതുപോലെ ആദമിൽ ഹൗവ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അത്ര ആഴമേറിയൊരു ബന്ധമാണ്. അത് ആ പഠനത്തിൽ അങ്ങനെ പോകുമ്പോൾ ഓക്കെ, അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഈ കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ഭംഗിയുമില്ല, യാതൊരു ഭംഗിയുമില്ല. എന്നാൽ 84 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കോരകപുത്രന്മാർ സൈന്യങ്ങളുടെ യഹോവയുടെ കൂടാരം മനോഹരമാണ്, തിരുനിവാസം വളരെ മനോഹരമാണെന്നുള്ള രീതിയിൽ. എന്നാൽ അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോയി അദ്ദേഹം ഒരു വെളിപ്പാടിലാണ് പറഞ്ഞത്, ബാഹ്യമായ കാഴ്ചയിൽ നിന്നല്ല പറഞ്ഞത്. കാരണം ബാഹ്യമായ ഇതിന് ഒരു ഭംഗിയുമില്ല, ആഗ്രഹിക്കത്തക്ക യാതൊന്നും ഇല്ല എന്നുള്ള കാര്യം ആ കൂടാരത്തിൻ്റെ പഠനം വളരെ സമയമെടുത്ത് പഠിച്ച മനുഷ്യരാണ് നമ്മൾ. എന്നാൽ അതിൻ്റെ അകത്തളങ്ങളിലേക്ക് വരുമ്പോഴാണ് അതൊന്നും വേറെ തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് അവനൊരു അതിശയ വിഷയം എന്നുള്ളത് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരികയാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയല്ലേ ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ അവൻ്റെ സഭയെയും അങ്ങനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ സഭയും ഇന്ന് ആകർഷകത്വമുള്ള ഒരു സംഘമല്ല. ബാഹ്യമായി നോക്കുമ്പോൾ, ലോകക്കാർ നോക്കുമ്പോൾ സഭയെന്ന് പറയുന്നത് ഉയ്യോ ഇത്ര മനോഹരമായൊരു സംഭവം വേറെ ഇല്ലെന്നൊന്നും പറഞ്ഞ ആളുകൾ പുകഴ്ത്തുന്ന ഒരു കൂട്ടമല്ല ദൈവസഭ. ദൈവസഭയെ പുറമെ നിന്ന് നോക്കി കാണുന്നവർ, അകലം വിട്ട് നോക്കുന്നവർ, അല്ലെങ്കിൽ അകന്ന് നിന്ന് വീക്ഷിക്കുന്നവർ അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സമാഗമന കൂടാരം എന്ന് പറയുന്ന ഒരു പഴയ നിയമ കാര്യമുണ്ട്. അത് ദൈവസഭയുടെ നിഴലാണ്, യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. അതിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ യാതൊരു രൂപഗുണവും ഇല്ലെന്ന് നമ്മൾ കണ്ടു. അതുപോലെ ആദ്യഫലത്തിൻ്റെ കറ്റ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ആ കോൺ കൊണ്ടുവരുമ്പോൾ അത് തീയിലൂടെ കടത്തിക്കൊണ്ടുവരുന്നതാണ്. അതും ബാഹ്യമായി നോക്കുമ്പോൾ വലിയ മനോഹരത്വമൊന്നുമില്ല. അതും കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പറഞ്ഞത് 2-ാം അധ്യായത്തിലെ അടുത്തൊരു ഭാഗമാണ്. അവിടെ നമ്മൾ കണ്ടത് 3 വിധത്തിൽ ഈ ഭോജനയാഗം അർപ്പിക്കുന്നൊരു കാര്യം കണ്ടു. 3 വിധത്തിൽ. അതിൽ ഒരു കാര്യം മാത്രം നമ്മൾ എടുത്തു, അതായത് അടുപ്പത്ത് വെച്ച് ചുടുന്ന കാര്യം കണ്ടു. നമ്മൾ പറഞ്ഞു അത് മലയാളം തർജ്ജമയാണ്. അടുപ്പെന്നൊന്നും പറഞ്ഞാൽ അടുപ്പല്ല, അത് ഓവനാണ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഓവൻ എന്നായിരിക്കും കാണുന്നത്. എന്നാൽ ഓവൻ എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഇന്നത്തെ ആധുനികമായ മൈക്രോവേവ് ഓവനല്ല, പഴയ കാലത്തെ ഓവനാണ്. അതായത് പഴയ കാലത്തെ ബോർമയാണത്. ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ബ്രെഡും ബണ്ണും ഒക്കെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോർമയാണ്. അതിൻ്റെ ചില പിക്ചറുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇട്ടിരുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് ആ പഴയ വീഡിയോയിൽ പോയി നോക്കിയാൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് അടിയിൽ ഭയങ്കര തീച്ചൂടാണ്. എന്നാൽ അതിനകത്തേക്ക് ഈ ബ്രെഡും ബണ്ണും കേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ അത് ആ തീച്ചൂടിൽ വെന്തുരുകി ഭോജ്യമായി തീരുകയാണ്. മറ്റനേകർക്ക് വേണ്ടി സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമായിട്ട് മാറുകയാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കേക്ക്, അതിന് അവിടെ എഴുതിയിരിക്കുന്നത് ദോശയും പടയെന്നൊക്കെയാണ്. അത് ദുരന്തം എന്ന് മാത്രമല്ല, ഭയങ്കര ദുരന്തമാണ്. യാതൊരു പുലബന്ധം പോലുമില്ല. ദോശയെ എങ്ങനെ ഇതൊക്കെയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നു ഇത് പ്രസംഗിച്ചതെന്ന് തമ്പുരാന് മാത്രം അറിയാം. ഇന്നത്തെ ഒരു സംവിധാനങ്ങൾ പണ്ട് കാലത്ത് ഇല്ലാത്തത് കൊണ്ട് ആളുകൾ അത് എങ്ങനെ കൈകാര്യം ചെയ്തെന്നൊന്നും ഒരു പിടിയുമില്ല. അന്നൊക്കെ ദോശയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ ഉഴുതി ഇറക്കുന്നതൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് കാണുമായിരിക്കും, നമുക്കറിയില്ല. എനിവേ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാകൃപയാൽ, നമ്മുടെ മിടുക്കൊന്നുമല്ല, മഹാകൃപയാൽ നമുക്ക് ഇന്ന് കാര്യങ്ങളുടെ പൊരുളിങ്ങനെ തിരിഞ്ഞ് കിട്ടുകയാണ്. അത് പിയേഴ്സ്ഡ് കേക്ക് എന്നുള്ള നിലയിലാണ് അതിൻ്റെ ആ വാക്ക് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അൺലീവൻഡ് കേക്ക് ആൻഡ് അൺലീവൻഡ് വാഫേഴ്സ്, അത് 2 കാര്യമാണ് അവിടെ പറയുന്നത്. അത് രണ്ടും ക്രിസ്തുവിൻ്റെ ക്യാരക്ടറുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് പറയാനുള്ളത്. ഈ വാഫർ ബിസ്ക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് എത്ര നേർമയിലായിരിക്കും, പൊടി പോലെ ഇങ്ങനെ പറന്നു പോകുന്നൊരു സാധനമാണ്. അതുപോലെ ഈ പറഞ്ഞ കേക്കും, അതിൽ ഞാൻ ആ കേക്കിനെ മാത്രം എടുത്താണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ആ പിക്ചർ ഓർമ്മ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി അത് കാണിക്കാനായിട്ട്. അതായത്
ഫിയസ്റ്റ് കേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്ത കേക്ക് കുത്തിക്കിഴിച്ചെടുക്കും. അതിങ്ങനെ അതിനകത്ത് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് പോവും. അതിനകത്ത് ഇങ്ങനെ ഇട്ട് കുത്തി കൊണ്ടുവരുമ്പോൾ നമ്മുടെ സൗകര്യമാരൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ അവരാരും ഇങ്ങനെ ചെയ്യാറില്ല. അവരോട് ആരോടെങ്കിലും പറയുകയായിരുന്നെങ്കിൽ ഈ ആഴ്ചത്തേക്ക് ഒരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാമോ, ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് എന്ന് പറയായിരുന്നെങ്കിൽ അവരുണ്ടാക്കിക്കൊണ്ട് വന്നേനെ. നമുക്ക് കാണുമെങ്കിലും ചെയ്യാമല്ലോ. മുറിച്ചൊന്നും തരില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒന്ന് കണ്ട് സായുജ്യം അടയാമായിരുന്നു, പിന്നെ കാര്യവും മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ പറയാൻ എനിക്ക് തോന്നിയില്ല, എന്തിനാ അവരെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ഓർത്താ. അപ്പം ഇനിവേ കാര്യം നിങ്ങൾ ഗ്രഹിക്കുക. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് പിന്നീട് കുത്തിക്കിഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുന്തിരിക്കവും പിന്നെ എണ്ണയും ഒരു 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് ഭോജനയാഗത്തിൻ്റെ സ്റ്റഡിയിലേക്ക് പോകുമ്പോഴാണ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ അവിടെ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്, കുന്തിരിക്കം വിശുദ്ധിയാണ് കാണിക്കുന്നത്. അത് എങ്ങനെ അർപ്പിക്കണം, എങ്ങനെ എടുക്കണമെന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ അതിനകത്ത് ഗൗരവമുണ്ട്. അതെല്ലാം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ആ കാര്യങ്ങളെ വിശദമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ കേക്കിനെ കുറിച്ച് പറയുമ്പോഴും പുറമേ നിന്ന് നോക്കുമ്പോൾ അതിനൊരു പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. എന്നാൽ അത് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വെളിപ്പെടുന്നത്, അല്ലേ? അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ അത് പുറമേ നിന്ന് നോക്കിയാൽ ഒരു ഭംഗിയുമില്ല. ഇതൊക്കെ പറയാൻ കാരണം എന്നാ, നമ്മുടെ ഒരു ഈ തലമുറയിലെ ഒരു ന്യൂജൻ ഉപദേശി താനിങ്ങനെ എന്താ ഷൈൻ ചെയ്ത് ഇങ്ങനെ വരുന്നൊരു വരവ് കണ്ടപ്പോൾ നമ്മൾ പ്രസംഗിച്ച് തുടങ്ങിയതാണ്. ഉപദേശി കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടട്ടെ എന്നോർത്ത് പറഞ്ഞതാണ്. ആരെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതല്ല. ചില കാഴ്ചകൾ കാണുമ്പോഴാണല്ലോ ചിലത് നമുക്ക് പറയാനായിട്ട് തോന്നുന്നത്. ഈ അടുത്തിടയ്ക്ക് ഓർത്തഡോക്സിലെ ഒരു അച്ഛൻ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകയായിരുന്നു, സ്വർഗസ്വനായ പിതാവെ ചൊല്ലാൻ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കൊരു മറുപടി കൊടുക്കാനായിട്ട് സാധിച്ചു. പുള്ളി ഇങ്ങനെ കൂടെ പറയുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചു. അതിൽ നിന്ന് പെട്ടെന്ന് 4 കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. ഒന്നാമത്തെ കാര്യം, ദൈവരാജ്യം വന്നു കഴിഞ്ഞോ ഇല്ലയോ, നിൻ്റെ രാജ്യം വരണമെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി വന്നു. രണ്ടാമത്, അന്നന്നത്തേക്കുള്ള ആഹാരം എന്ന് പറയുന്നത് പൊതുവെ ഓർത്തഡോക്സുകാരും പെന്തിക്കോസുകാരും പഠിപ്പിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. നമ്മളതിന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്തി ആ കാര്യത്തിൽ. അതും കഴിഞ്ഞ് തൊട്ട് താഴേക്ക് വരുമ്പോൾ പറയുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ എന്നാണ്. അതിനിച്ചിരി പൊളിക്കും. അവിടെ അച്ഛനോട് നമ്മൾ ചെക്ക് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. അത് നടക്കണ കാര്യമല്ല, അതൊക്കെ ചുമ്മാ അങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, ചൊല്ലി വിടാം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സെൻറ്റൻസ് വരുന്നത് ഇങ്ങനെയാണ്, പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. പ്രലോഭനങ്ങളിൽ അഥവാ പരീക്ഷകളിലൊന്നും ഞങ്ങളെ അകപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്നുള്ളതാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ രാജ്യവും ശക്തിയും മഹത്വവും ഒക്കെ ഒരുവനായ ദൈവത്തിന് അർപ്പിക്കുകയാണ്. അതിന് തർക്കമൊന്നുമില്ല. അതിനെന്താ തർക്കം? നമ്മളെല്ലാവരും അങ്ങ് അർപ്പിക്കും. പക്ഷേ ഈ പറഞ്ഞ 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ 100 വർഷം കണ്ടായി പെന്തിക്കോസ് മൂവ്മെൻ്റ് ആരംഭിച്ചിട്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഗൂഗിളിൽ അന്വേഷിച്ചാലും, പിന്നെ ഇപ്പോൾ ഒരു പുതിയ പുള്ളിക്കാരി വന്നിട്ടുണ്ട്, എന്നെ മെറ്റയോ, ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാരും ഇങ്ങനെ പെന്തിക്കോസുകാരുടെ ഇടയിൽ വ്യാപകമായിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായൊരു ഉത്തരം കിട്ടുന്നില്ല. എനിക്കറിയില്ല മുൻകാലത്ത് ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ. പഴയ കാലത്തെ പഠനങ്ങളൊന്നും എല്ലാം റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മളുമായി ബന്ധപ്പെട്ട വിശ്വാസികളോട് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷത്തിനും കൃത്യമായി കാര്യങ്ങളെ പറയാൻ അറിയില്ല. പിന്നെ ഒറ്റ വാക്കി പറയും, ഞങ്ങളത് ചൊല്ലുന്നില്ല, നിങ്ങൾ ചൊല്ലിക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അവരുടെ ചോദ്യത്തിന് ഫലപ്രദമായ മറുപടി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ അച്ഛൻ നമ്മളെ പ്രൊവോക്ക് ചെയ്തു, അതുകൊണ്ട് നമുക്ക് അച്ഛനോട് മറുപടി കൊടുക്കാൻ പറ്റി. അത് ധാരാളം പേര് കേട്ടു. നമ്മുടെ ആൾക്കാരും പുറത്തുള്ള ആൾക്കാർ ഒത്തിരി പേര് കേട്ടു. അവരുടെ വക സംഭാവനകളും സമ്മാനങ്ങളും പിന്നെ തലോടലുകളും ഒക്കെ ആ വകയിലും കിട്ടാനിടയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഉപദേശി എന്നൊന്നും അവരൊക്കെ വിളിച്ചാൽ അവർ തല്ലു വെച്ച് തരും. അവർ അപ്പസ്തോലൻ എന്നാണ് അവർ പറയുന്നത്. പണ്ടൊക്കെ അവർ പ്രോഫറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി. ഇപ്പോൾ അവരെല്ലാം ആ ഗണത്തിൽപ്പെട്ട ആളുകളെല്ലാം പറയുന്നത് ഞങ്ങൾ അതിലും ഇച്ചിരിയുടെ കൂടി ഞങ്ങളിപ്പോൾ അപ്പസ്തോലാണ്. അപ്പോൾ ഞങ്ങൾ അപ്പസ്തോലന്മാരാണെന്നുള്ള ആ ഒരു വാദഗതിയാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പസ്തോലിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പൗലോസ് ഒരു ശ്രേഷ്ഠനായ അപ്പസ്തോലനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ലെന്ന്. പക്ഷെ തന്നെക്കുറിച്ച് വേദപഠിതാക്കൾ പറയുന്നത് തനിക്ക് അത്ര രൂപഗുണമൊന്നും ഇല്ലായിരുന്നു, ഇച്ചിരി പൊക്കമൊക്കെ കുറവായിരുന്നു, പിന്നെ കണ്ണിന് സംബന്ധമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ വലിയ ഭംഗിയൊന്നും, അല്ലെങ്കിൽ എന്താ പറയുക,
അല്ലെങ്കിൽ വലിയ എന്താ പറയുക കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് മറ്റേ വില കൂടിയ ഷൂ ഒക്കെ ഉണ്ടല്ലോ, എന്താ വുഡ്ലാൻഡ്സോ അങ്ങനെ അതിൻ്റെയൊക്കെ ഷൂ ഒക്കെ ഇട്ട് ഇങ്ങനെ മിന്നിച്ച് പിന്നെ റാഡോയുടെ വാച്ചൊക്കെ കെട്ടി ഇങ്ങനെ പറപ്പിച്ചൊന്നും അല്ല പൗലോസ് വരുന്നത്. പൗലോസിനെ ഒന്നും അങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ വലിയ ഒരു അട്രാക്ഷൻ കിട്ടുന്ന ഒരു ഫിഗർ അല്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് തെളിവൊന്നുമില്ലല്ലോ, തെളിവ് ചോദിച്ചാൽ ഞാൻ വെള്ളത്തിലായി പോകും. അപ്പോൾ പൊതുവേ കേൾക്കുന്ന കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെയാണ് അപ്പോസ്തലൻ്റെ കാര്യം പറയുന്നത്. പക്ഷേ ഇപ്പോഴുള്ള അപ്പോസ്തലന്മാരെല്ലാം മുടി കറുപ്പിക്കുന്നു, മുടി നടുന്നു, ഇഞ്ചിയൊക്കെ നടുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഞാറ് നടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ നടലുകളാണ്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമുക്കങ്ങനെ പറയാനിടയായത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്താ, ഇങ്ങനത്തെ കോമാളിത്തരങ്ങളും വേഷത്തരങ്ങളും ഒക്കെ കാണിക്കുന്നവരുടെ വിശ്വാസികളും അങ്ങനത്തെ കോമാളികളായിരിക്കും. സ്വാഭാവികമല്ലേ? കാരണം അവർക്ക് ലൈസൻസ് കിട്ടുകയാണ്. ഞങ്ങളുടെ പുള്ളിക്കാരൻ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളും അങ്ങനെയല്ലേ എന്നാണ് ആളുകൾ പറയുന്നത്. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഈ ആളുകളെല്ലാം പറയും അവിടെ വാക്യമുണ്ടോ, ഇവിടെ വാക്യമുണ്ടോ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ഇവർ ചോദിച്ചു കളയും. എല്ലാത്തിനും ആളുകൾ വാക്യം ചോദിക്കും. വാക്യമൊക്കെ കൊടുത്താലും ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ 1-ാം തരം വാക്യങ്ങളാണ് പുറത്തെടുത്തത്. ഇപ്പോൾ വേദപുസ്തകത്തിൽ ബീഡി വലിക്കരുത്, അതെ യെസ്, വേദപുസ്തകത്തിൽ ബീഡി വലിക്കരുതെന്ന് വാക്യമുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ വാക്യമില്ല, ബാക്കിയുണ്ടെന്ന് തോന്നണില്ല. പക്ഷെ നമുക്കതിൻ്റെ പൊരുളറിയാം. ആ പരിപാടിക്ക് പോയാൽ ശരിയാവില്ലെന്ന് നമുക്കറിയാം. അതുപോലെ പല കാര്യങ്ങളും അങ്ങനെയുണ്ട്. അങ്ങനെ ഡയറക്റ്റ് വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ. അതേസമയം ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി വെളിപ്പാടിലാണ് സഞ്ചരിക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട്, ദൈവസഭയെക്കുറിച്ചുള്ള വെളിപ്പാട്, അതിലാണ് നമ്മൾ കാര്യങ്ങളെ ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നത്. ആ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുന്നത്. അത് കരിപ്പിടിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണല്ലോ, വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതെല്ലാം വെളിപ്പാടല്ലേ. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ പോയപ്പോൾ വെളിപ്പാടുകളാണ് കണ്ടത്. പല കാര്യങ്ങളും അങ്ങനെയാണ് കണ്ടത്. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ സമാഗമന കൂടാരോ യെരുശലേം ദേവാലയോ എന്തുവാകട്ടെ, പഴയ നിയമവുമായി ബന്ധപ്പെട്ടൊരു വിളക്ക് അവിടെ കത്തി നിൽപ്പുണ്ട്. പഴയ നിയമത്തിലൊരു വിളക്ക് കത്തി നിൽപ്പുണ്ട്. ജനറലായിട്ട് പറയുമ്പോൾ അങ്ങനെ പറയാം നമുക്ക്. അതിന് സമാഗമന കൂടാരെന്നോ യെരുശലേം ദേവാലയം എന്നൊന്നും പറയണ്ട. പഴയ നിയമത്തിലൊരു വിളക്ക് കത്തി നിൽപ്പുണ്ട്. ആ വിളക്ക് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ. പഴയ നിയമത്തിൽ കത്തി നിൽക്കുന്ന ആ വിളക്ക്, അതേ വിളക്ക് തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളത് പരിശുദ്ധാത്മാവിനെയായിട്ടാണ് പരിഗണിക്കുന്നത്. അതേ വിളക്ക് പുതിയ നിയമ സഭയിൽ കത്തി നിൽക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു എന്ന് പറയും. അങ്ങനെയും പറയും. നിഴലുകളാണല്ലോ ഈ പഠിക്കുന്നത്. അപ്പോൾ അത് പല ആംഗിളിൽ നിന്ന് പറയും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിച്ചാൽ നമ്മൾ പറയും അത് ആസിയിലെ പൊന്നില വിളക്കാണ്. അതായത് കർത്താവിൻ്റെ സഭയെ കാണിക്കുന്നു, അല്ലേ? ഒരു താലന്ത് തങ്കത്തിൽ അടിച്ച്, അതായത് അടിപ്പ് പണിയായി പണിതെടുത്ത ആ തങ്ക നിലവിളക്ക്, അത് കർത്താവിൻ്റെ സഭയെ കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ വിശദീകരണം പറഞ്ഞപ്പോൾ പിന്നെ ഈ ചേർത്ത് പറഞ്ഞു, അത് കർത്താവിൻ്റെ സഭയെയും അല്ലെങ്കിൽ അത് യേശുക്രിസ്തുവിനെയും തൻ്റെ സഭയെയും അതിൽ പരിശുദ്ധാത്മാവിനെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ അവസാനം കണ്ടു പിരിഞ്ഞത്. ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഓടിച്ചങ്ങ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയായിരുന്നു. ചില കോണുകളിൽ നിന്ന് ചില സഹോദരങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് 1-2 വാക്കും കൂടെ ഒന്ന് ചേർത്തങ്ങ് പറയാവോ എന്ന് ചോദിച്ചായിരുന്നു. ചില കോണുകളിൽ നിന്ന് ഞങ്ങൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ അധികം കേട്ടിട്ടില്ല. കൂടുതലും ഞങ്ങൾ സങ്കീർത്തന പ്രബോധനങ്ങളാണ് കേൾക്കുന്നത്. അതിൽ തന്നെ കുറേ സങ്കീർത്തനങ്ങളുണ്ട്, അതൊക്കെയാണ് അങ്ങനെ അധികം കേൾക്കുന്നത്. ഇതങ്ങനെ അധികം കേട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ്, എന്താ ദയാപൂർണനാണ്. അപ്പോൾ അവൻ്റെ ഉപദേശിമാരും അങ്ങനെ ആയിരിക്കണ്ടേ. അങ്ങനെ പറഞ്ഞവരെ നമുക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അവർ ചോദിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് വേണ്ടിയോ 2 ആൾക്ക് വേണ്ടിയോ പറയുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ പൊതുവിലങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 ആൾ കേട്ടോളൂല്ലോ. അതുകൊണ്ട് ഞാൻ പൊതുവിലങ്ങ് പറയുകയാണ്. അവരുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇതിങ്ങനെയാണ്, അതിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരണം. ആ ഒലിവെണ്ണ ഒഴിച്ചിട്ടാണ് അതിൽ തിരി ഇറക്കി വെച്ച് അത് കത്തിക്കേണ്ടത്. കത്തിക്കാനായിട്ടൊരു പ്രശ്നമുണ്ട് കേട്ടോ. കത്തിക്കാനായിട്ടൊരു പ്രശ്നമുണ്ട്. തീ വേണം. തീ എവിടെ നിന്ന് കൊണ്ടുവരും? കൊട്ടാരക്കര കിട്ടുമോ തീ? അതെയോ അടൂർ കിട്ടുമോ? പിന്നെ എവിടെ കിട്ടും? കരവാളൂർ കിട്ടുമോ? പിന്നെ എവിടെയാണ്? കൊച്ചിയിൽ കിട്ടുമോ? എവിടെ കിട്ടും തീ? അവിടെ നിന്നും കിട്ടുന്ന തീ കൊണ്ട് ഇത് കത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അമേരിക്കയിലൊക്കെ ഒത്തിരി ഇടങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഹോൾസെയിലായിട്ട് തീ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. തെക്കൻ കാറ്റോ അല്ലല്ലോ, തെക്കൻ തീയോ വടക്കൻ തീയോ അല്ലല്ലോ, എന്തൊക്കെയോ പേരിലൊക്കെ ഈ തീ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ തീ അല്ല ഈ തീ. ഈ തീ എന്ന് പറയുന്നത് ഈ കൂടാരത്തിന് മുമ്പിൽ ഒരു ബലിപീഠം ഇരിപ്പുണ്ട്, അഥവാ യാഗപീഠം. ആ ഓൾട്ടറിൽ നിന്ന് മാത്രമാണ് തീ എടുക്കേണ്ടത്. ഈ വിളക്ക് കത്തിക്കാനുള്ള തീ വേറൊരു സ്ഥലത്തുനിന്ന് എടുക്കാൻ പാടില്ല. വേറെ എവിടെ നിന്നെങ്കിലും എടുത്ത് കത്തിച്ചാൽ അതൊക്കെ ഒഫൻസാണ്. അത് ഭയങ്കര കുറ്റകരമായ വിഷയങ്ങളാണ്.
ഈ വിളക്കിൻ്റെ തൊട്ടപ്പുറം ഒരു ധൂപപീഠം ഇരിപ്പുണ്ട്, ഇൻസെൻസ് ഓൾട്ടർ. ആ ധൂപപീഠത്തിൽ ഔട്ട്സൈഡിൽ നിന്ന് വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള തീ കൊണ്ടുവന്ന് ധൂപം അർപ്പിച്ചൊരു ചരിത്ര പുസ്തകത്തിലുണ്ട്. അത് ജനറൽ പ്രസിഡൻറ്റിൻ്റെ 2 മക്കളാണ്, മൂത്ത 2 മക്കൾ. അടുത്ത പ്രസിഡൻ്റ് ആകേണ്ടവരാണ് അവർ രണ്ടുപേരും, മിസ്റ്റർ നാദാബും മിസ്റ്റർ അബീഹുവും. അവർ രണ്ടുപേരും അവരൊത്തിരി യോഗ്യതയുള്ളവരാണ്, BDMTHകാരാണ് അവർ. പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരും പുകഞ്ഞു പോയി. രണ്ടുപേരും ഞാൻ പറഞ്ഞതുപോലെ രണ്ടുപേരും യോഗ്യതയൊക്കെ ഉള്ളവരാണ്, സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഒരു ലാഘവത്വം വന്നു. ആ ലാഘവത്വം നിമിത്തം പുറത്തുനിന്ന് തീ കൊണ്ടുവന്ന് ധൂപപീഠത്തിൽ, തീയല്ല തീക്കനൽ, ധൂപപീഠത്തിൽ തീ കൊണ്ടുവന്നല്ല കത്തിപ്പോകും കേട്ടോ, അങ്ങനെയല്ല, തീക്കനലാണ് അവിടെ. അതേസമയം വിളക്ക് കത്തിക്കാൻ തീ കൊണ്ടുവന്ന് അത് കത്തിക്കുകയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ആ ഒരു ചരിത്രം കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ വിളക്ക് തോന്നുന്ന പോലെ എവിടെന്നെങ്കിലും തീ എടുത്തുകൊണ്ട് വന്ന് കത്തിക്കാൻ പറ്റില്ല. അത് കത്തിക്കണമെങ്കിലും ഈ പറഞ്ഞ സോഴ്സിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഈ പ്രവർത്തനങ്ങൾ, അവിടെ കത്തി നിൽക്കുന്ന വിളക്ക് ദൈവത്തിൻ്റെ വചനത്തെ കാണിക്കുന്നു എന്ന് നമുക്ക് പറയാമെങ്കിലും ജനറലായിട്ട് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ കാര്യങ്ങൾ ചലിക്കണമെങ്കിൽ ഈ പറയുന്ന ബലിപീഠത്തിൽ നിന്ന് മാത്രമാണ് തീയെടുക്കാൻ പാടുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഈ ബലിപീഠത്തിൽ നിന്ന് മാത്രമേ തീയെടുത്തുകൊണ്ടുവന്ന് ഇത് കത്തിക്കാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്ന ദൈവസഭകളിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിരന്തരം പ്രസംഗിക്കുകയും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഉയർത്തുകയും ചെയ്യുന്നുണ്ടോ? ഒന്ന് ആലോചിക്കേണ്ടതാണ്. പരമ്പരാഗതമായി നമ്മൾ പെന്തിക്കോസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാധനയോടുള്ള ബന്ധത്തിൽ, മറ്റ് കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആ സമൂഹം ദേശത്ത് പ്രകാശം പരത്തി മുന്നോട്ട് പോകണമെങ്കിൽ സഭയിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിരന്തരം പ്രസംഗിക്കണം. അത് ഉയർന്നു നിൽക്കണം. ക്രൂശിൻ്റെ വചനങ്ങൾ മുഴങ്ങുന്നൊരിടമായിരിക്കണം അവിടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അനാവരണം ചെയ്യുന്നൊരിടമായിരിക്കണം ദൈവസഭ എന്ന് പറയുന്നത്. അങ്ങനെ അതിൽ നിന്ന് കത്തുന്ന ആ ഒരു കത്തലുണ്ടല്ലോ, എമ്മൗസിലേക്ക് പോയവരുടെ കത്തലൊക്കെ കേട്ടുപോയായിരുന്നു. അവിടെ വീണ്ടും കത്ത് പിടിപ്പിച്ച കണ്ടോ, മഹാപുരോഹിതനായ ക്രിസ്തുവാണ്. ഈ വിളക്കിനോടുള്ള ബന്ധത്തിലെ ശുശ്രൂഷ പുരോഹിതന്മാരല്ല ചെയ്യുന്നത്, അത് മഹാപുരോഹിതനാണ് ചെയ്യുന്നത്. സന്ധ്യ മുതൽ പ്രഭാതം വരെ ആ വിളക്ക് കത്തി നിൽക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മഹാപുരോഹിതൻ്റെ മേലാണ് കിടക്കുന്നത്. അതുകൊണ്ട് മഹാപുരോഹിതൻ അതെപ്പോഴും കത്തിക്കാനായിട്ടും അത് ദീപം തുടയ്ക്കാനായിട്ടും ഒക്കെ സഹായികളെ കൂടെ കൂട്ടും, പുരോഹിതന്മാരെ കൂടെ കൂട്ടും. എന്നാൽ അതിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് മഹാപുരോഹിതനാണ്. അപ്പോൾ പഴയ നിയമ കാലഘട്ടം വെച്ചിട്ടാണ് പറയുന്നത്. ഈ സമാഗമന കൂടാരമാകട്ടെ, യെരൂശലേം ദേവാലയമാകട്ടെ, അവിടുത്തെ വിളക്ക് കൈകാര്യം ചെയ്തിരുന്നത് മഹാപുരോഹിതനാണെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ആ ശുശ്രൂഷയുടെ ആദ്യ പടി നമ്മൾ കാണുകയാണ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ളം കത്തിച്ചുകൊണ്ടാണ് താൻ ആ ശുശ്രൂഷ നിർവഹിച്ച് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അവിടെ മുതൽ നമ്മൾ കാണുകയാണ് മഹാപുരോഹിത ശുശ്രൂഷ. പിന്നീട് കടൽക്കരയിലിരിക്കുന്ന നിരാശരായ അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നിട്ട് കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അവർക്ക് തീയിൽ ചുട്ടെടുത്ത മത്സ്യമൊക്കെ കൊടുക്കുന്നതും അവരുമായിട്ട് ഒരു ഫെലോഷിപ്പ് നമ്മളവിടെ കാണുകയാണ്, ഒരു ഫെലോഷിപ്പ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് പിന്നീട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ, ഇവിടെ ചില ആഴമേറിയ ആത്മീയ അർത്ഥങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. പെന്തിക്കോസിൻ്റെ നടുവിൽ അങ്ങനെ മുഴങ്ങുന്നില്ലാത്തത് കൊണ്ട് എനിക്ക് ഇത്രയും പേരുടെ നടുവിൽ അത് വീണ്ടും പറയണം. കാരണം ചില സഹോദരങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങളെയല്ല, എന്നെയാ. നമ്മളെന്നല്ല, എന്നെന്നങ്ങ് പറഞ്ഞാൽ മതി, ബഹുവചനത്തിൽ പറയേണ്ട കാര്യമില്ല. എന്നെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ചില സമയത്ത് ഈ മെസ്സേജുകൾ ചിലതങ്ങ് വൈറലായി പോവും. നമ്മളൊന്നും ചെയ്തിട്ടല്ല, അത് എങ്ങനെയൊക്കെയോ അതിൻ്റെ തംബ്നെയിലോ പടമോ ഹെഡിങ്ങോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും അതിങ്ങനെ പറന്ന് പോകും. അങ്ങനെ 1000, 2000, 10,000, 15,000 എന്നൊക്കെ പറഞ്ഞ ആളുകൾ കാണും. അപ്പോൾ അങ്ങനെ കാണുന്ന ചിലർക്ക് ഈ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ആവേശം വരും. കൊള്ളാം, മിടുക്കം പാസ്റ്റർ എന്നൊക്കെ ചിലർക്ക് അങ്ങ് തോന്നും. പക്ഷേ അവരോടൊക്കെ പറയട്ടെ, അങ്ങനെ ഒരു പ്രസംഗം കൊണ്ടൊന്നും ഒരു പാസ്റ്ററെ നിങ്ങൾ വിലയിരുത്തരുത്, എന്നെയും വിലയിരുത്തണ്ട. അതായത് ഞാനെന്ന പ്രസംഗി അല്ലെങ്കിൽ ഞാനെന്ന ഉപദേഷ്ടാവ്, ഞാനെന്ന ശുശ്രൂഷകൻ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ്? അതിനകത്ത് എന്തെങ്കിലും വെള്ളം ചേർക്കുകയോ ഇല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു പരിപാടി നടക്കില്ല. ഒരു ഇറ്റ വെള്ളം ചേർക്കാൻ പ്ലാനില്ല, ഒന്നുമില്ല. അതായത് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുള്ള പുള്ളിയാണ് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അത് ഏത് രാജ്യത്താണെങ്കിലും കൊള്ളാം,
ഏത് വെളുമ്പൻ്റെ അടുത്താണെങ്കിലും കറമ്പൻ്റെ അടുക്കലാണെങ്കിലും ഇനി ചുവന്നവനാണെങ്കിലും ഏത് രാജ്യക്കാരനാണെങ്കിലും കൊള്ളാം, അവിടെയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ ഉപദേശം ഒന്ന് തന്നെയാണ്. അതിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും കൊള്ളാം, എന്തുവാണെങ്കിലും കൊള്ളാം, ദേഹം ദേഹി ആത്മാവ് ഈ വിഷയത്തിൽ സമ്പൂർണ്ണ സമർപ്പണത്തിൽ കുറഞ്ഞ ഒന്നും സ്വർഗം ആഗ്രഹിക്കുന്നില്ല. ഇച്ചിരി എക്സ്ക്യൂസ് തരാവോ? നോ സാർ അങ്ങനത്തെ പരിപാടിയില്ല. അല്ല, ഞങ്ങൾ കേരളത്തിലല്ലെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അമേരിക്കയിലെ യൂറോപ്പിലെയും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ഒന്നും വില പോവില്ലെന്നാണ് പറയുന്നത്. വില പോകണ്ട. അത് ഏറ്റെടുക്കാൻ മനസ്സുള്ള സായിപ്പോ മദാമിയോ വരട്ടെ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് പറഞ്ഞ് 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി സായിപ്പും മദാമിയും ഉണ്ടായിരുന്നു അന്ന്. അന്നത്തെ സായിപ്പിനെയും മദാമിനെയും എല്ലാം കുത്തി നിറച്ചിട്ടാണോ പെട്ടകം ഇങ്ങനെ വെള്ളത്തിൽ പൊക്കി വിട്ടത്? ഒന്നുമല്ലല്ലോ. സായിപ്പ് മാതാമിയൊക്കെ നീന്തൽ പഠിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് പെട്ടകത്തിനകത്തൂടെ രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ നീന്തലും പഠിച്ചു. ഇവർ നീന്താൻ പോയില്ല, ബാക്കിയുള്ളവർ നീന്താൻ പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവം മനസ്സിലുള്ള പിതാവാണ്, ദീർഘക്ഷമയുള്ളവനാണ്. പത്രോസ് പറയുന്ന വാക്കുകളൊക്കെ കാണണം. ഈ നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുമ്പോൾ വലിയവനായ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നെന്ന്. ദീർഘക്ഷമയോടെ 2 പ്രധാന കാര്യമാണ്. അതായത് നോഹയുടെ വീട്ടിൽ ഉമ്മറത്ത് ചാരുകസേരയിൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ ചാരുകസേര? ആ ചാരുകസേരയിൽ നോഹയുടെ വല്യപ്പൻ ഇങ്ങനെ കാലൊക്കെ നീട്ടിവെച്ച് ഇങ്ങനെ ചാരി കിടപ്പുണ്ട്. അതേസമയം റോഡിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ കാണാം മധുശലേഖ് ഇങ്ങനെ ഇരിക്കുന്നത്. മധുശലേഖ്, എൻ്റെ ദൈവമേ, ആളുകളെല്ലാം ഇങ്ങനെ വാച്ചിലേക്കൊക്കെ നോക്കിയിട്ട്, വാച്ചിലല്ലോ ഡേറ്റൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ വാച്ചും ഡേറ്റും അല്ലല്ലോ, ആളുകളൊക്കെ ഇങ്ങനെ തമ്മി പറയുകയാണ്, ഇത് ഏതാണ്ട, ഇത് എത്ര കൊല്ലമായി ഈ മനുഷ്യൻ ചാകാതിരിക്കുകയാണല്ലോ, ഇത് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് ആളുകൾ വന്നേ. ഈ പറയുന്ന ഈ നസ്രാണിക്കൊന്നും ഒരു ബോധമില്ല ഈ മനുഷ്യനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അന്ന് നസ്രാണി ഇല്ല കേട്ടോ, ഞാനൊരു അലങ്കാര ഭാഷ പറഞ്ഞതാ. മധുശലേഖ് എന്ന് പറയുന്ന അപ്പൂപ്പൻ ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുമ്പോൾ ആ കാഴ്ചയിൽ നമ്മൾ കാണുന്നത് മധുശലേഖനെയല്ല. ചുമ്മാ ആൾക്കാർ ബൈബിൾ വായിക്കുന്നവർ നോക്കുമ്പോൾ ചാരുകസേരയിൽ മധുശലേഖ് നീണ്ടു തുറന്ന് കിടക്കുന്നു. ആ കിടപ്പ് കാണുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് കാണിക്കുന്നത്. ആദം പോലും 930 അവസാനിപ്പിച്ച് പോയി. എന്നാൽ 969 വയസ്സ് വരെ അദ്ദേഹം നിന്നത് കാരണം എന്താ? മധുശലേഖ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കുമെന്നുള്ളതാണ്. ന്യായവിധി. ഹാനോക്കിൻ്റെ കാലത്ത് ഹാനോക്കിനോട് പറയാണ്, നിൻ്റെ മകൻ, നിനക്ക് ജനിച്ചിരിക്കുന്ന മകൻ മധുശലേഖ്, അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും, ന്യായവിധി സംഭവിക്കും. ഓക്കെ, പറഞ്ഞു വന്നത് എന്താ? മധുശലേഖും ഹാനോക്കൊന്നും നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് അല്ല. പറഞ്ഞു വന്നതിൻ്റെ സാരം ഒരു സൂചന നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തന്ന അത് സൈഡിൽ ഉള്ളിലങ്ങ് സൂക്ഷിച്ചു വെച്ചേരെ, കളയണ്ട. നാം സേവിക്കുന്ന ദൈവം ആരെന്നും ആ ദൈവത്തിൻ്റെ സ്വഭാവ മഹിമകൾ എന്തെന്നും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. തൻ്റെ വചനത്തിൻ്റെ മാറ്റമില്ലായ്മ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ വചനത്തിൻ്റെ ഉടയവൻ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ഇതെല്ലാം നമുക്ക് തന്നിരിക്കുക, വെളിപ്പെടുത്തി തന്നിരിക്കുക. ഇനി സാഹിബിനെയും മദാമേനെയും വിടാം. കേട്ടിരിക്കുന്ന നിങ്ങളെ നമുക്ക് സായിപ്പിനെയും മദാമിനെയൊക്കെ വിട്ട് കളയാം. കേട്ടിരിക്കുന്ന നിങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങളിത് കേട്ട് കഴിഞ്ഞല്ലോ. കഴിഞ്ഞ ആഴ്ച ആ മെസ്സേജ് അവസാനിപ്പിച്ചത് പതിവിന് വിരുദ്ധമായി. ഈ കേൾക്കപ്പെട്ട മെസ്സേജിന് മുമ്പാകെ, ഈ വചനത്തിന് മുമ്പാകെ, ഈ പുറപ്പെട്ടു വന്ന ദൈവ ശബ്ദത്തിന് മുമ്പാകെ നിങ്ങളിൽ എത്ര പേർ സമർപ്പിക്കുമെന്നാണ് ചോദിച്ചത്. നമ്മൾ ലോകത്തിലെ പല വൻകരയിലിരുന്നാണ് സംസാരിക്കുന്നത്, ഒരു സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഒരു ചർച്ച് ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മുൻപോട്ട് വരാമെന്നോ എന്തെങ്കിലും എഴുന്നേറ്റ് നിൽക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. ഇവിടെ അതിനൊന്നും ഒരു സാധ്യതയില്ല, ഒരു സ്കോപ്പില്ല. എനിക്കൊന്നും കാണാനും കഴിയില്ല. നിങ്ങളുടെ ഹൃദയം, അതുപോലെ നിങ്ങളായിരിക്കുന്ന പൊസിഷൻ, നിങ്ങളുടെ ഹൃദയമണ്ഡലങ്ങൾ എങ്ങനെയാണ് തുടിക്കുന്നത് വചനത്തിന് മുമ്പാകെ. യെസ്, എൻ്റെ കർത്താവ് ഇങ്ങനെയായിരുന്നു ഈ ഭൂമി ജീവിച്ചത്. അവൻ്റെ അപ്പോസ്തലന്മാർ അതേ പാത പിന്തുടർന്നു. പൂർവന്മാരായ ഭക്തന്മാരെല്ലാം അങ്ങനെയാണ് പോയത്. പിന്നെ ഞാനായിട്ട് നാടോടുമേ നടുവേ ഓടണമോ? അല്ലെ ശേഷം വെളിപ്പാടില്ലാത്ത മനുഷ്യരെ പോലെ അവരെന്തെങ്കിലും പറയട്ടെ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ അങ്ങനെ ആയിരിക്കരുത്, എൻ്റെ ജീവിതം ഒരു സമർപ്പിത ജീവിതമായിരിക്കണം എന്ന ഒരു ചിന്തയിലേക്ക് നിങ്ങളിൽ എത്ര പേര് വന്നെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തിരുന്നു. നിങ്ങൾ നല്ല മനുഷ്യരാണ്, എല്ലാവരും നല്ല മനുഷ്യരാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഏതെങ്കിലും മേഖലകൾ ആ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വരാത്തതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആരാഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ധ്യാനയോഗം കൊണ്ടുപോയി അങ്ങനെ അവസാനിപ്പിച്ചത്. ധ്യാനം കൊണ്ടുപോയി എങ്ങനെ അവസാനിപ്പിച്ചത്? ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് വരുന്നുണ്ടോ?
അതായത് ഇവിടെയെല്ലാം നമ്മൾ കണ്ടത് കർത്താവായ യേശുക്രിസ്തു തന്നെ പ്രദർശിപ്പിക്കാൻ ഉത്സാഹിച്ചില്ല. അവൻ്റെ അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തില്ല. വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വെളിപ്പാടുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ബോധ്യമാണത്. ഞാൻ ഇനി എനിക്കായി ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കുന്നു. ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറയണമായിരുന്നു, തുടക്കത്തിൽ പറയണമായിരുന്നു. അതായത് എൻ്റെ ഉള്ളിലൂടെ കഴിഞ്ഞ ദിവസം പോയൊരു ചിന്തയാണത്. ആ ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, ഈ 2-3 ആഴ്ച നമ്മൾ പറഞ്ഞ ആ മെസ്സേജ് കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളിൽ നിന്ന് വിഭിന്നമായി വളരെ ഡെപ്തുള്ള സീരിയസ് ആയ കാര്യങ്ങളാണ്. അതങ്ങനെ ഒറ്റയടിക്ക് കേട്ടാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെ ഡയറക്റ്റ് കേട്ടു, കൊള്ളാം, തിരക്കേടില്ല. എന്നാൽ അത് പിന്നെയും ഒന്നുകൂടി ഒന്ന് കേൾക്കാനും റെഫറൻസ് നോട്ട് ചെയ്യാനും അതുപോലെ ആ കാര്യങ്ങളുമായിട്ട് വീണ്ടും പുസ്തകത്തിൻ്റെ മുമ്പിൽ ഒന്ന് ചടഞ്ഞിരിക്കാനും ഒക്കെ നിങ്ങൾ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയൂ. കാരണം ഞാൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഈ വക വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോഴും ലേവ്യ പുസ്തകത്തിലെ പല കാര്യങ്ങളും തുറന്നു കിട്ടിയിട്ടില്ല സഹോദരങ്ങളെ. വ്യക്തിപരമായ എൻ്റെ അനുഭവം പറയുന്നത്. എന്നാൽ അനവധി കാര്യങ്ങൾ തുറന്നു കിട്ടിയിട്ടുണ്ട്. ആ തുറന്നു കിട്ടിയ കാര്യങ്ങളൊക്കെ എത്ര നാൾ കുത്തിപ്പിടിച്ച് ഇരുന്നിട്ടാണ് കിട്ടിയത്? എത്ര നാളിരുന്ന് അങ്ങനെ അപ്പോൾ ഒറ്റ പ്രസംഗം കേൾക്കുമ്പോഴത്തേക്കും എല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുകയൊന്നുമില്ല. ഈ വക വിഷയങ്ങൾ കൂടുതൽ ധ്യാനിക്കണം, സമയമെടുത്ത് ഈ വിഷയങ്ങൾ നിങ്ങൾ സ്വായത്തമാക്കണം, ഗ്രഹിക്കണം. എങ്കിലേ അടുത്തൊരു ജനറേഷനെ നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റൂ, ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ആളുകൾ പറയും അവിടെ അങ്ങനെയാണല്ലോ, ഇവിടെ ഇങ്ങനെയാണല്ലോ, കോടാനുകോടി ഇങ്ങനെയാണല്ലോ. കോടാനുകോടി എങ്ങനെയാകട്ടെ, നമുക്കത് വിഷയമല്ല. പക്ഷേ എഴുതപ്പെട്ട പുസ്തകം, അതിൽ നിന്ന് ലഭിക്കപ്പെട്ട വെളിപ്പാടും ബോധ്യങ്ങളും അത് നമുക്ക് പറയാമല്ലോ. നമ്മൾ കണ്ണാലെ കാണുകയല്ലേ, വിളക്ക് കത്തി നിൽക്കുന്നു, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അതിലേക്ക് ഒഴിച്ചിരിക്കുക, അതിനകത്തേക്ക് തിരി മുങ്ങിക്കിടക്കുകയാണ്. അതിനൊരു അഗ്രം മാത്രമേ മുകളിലേക്കുള്ളൂ. ആ അഗ്രത്തിലാണ് തീ പിടിച്ചിരിക്കുന്നത്, അത് കത്തുകയാണ്. അങ്ങനെ ആ തീക്കകത്തേക്ക് നോക്കിയാൽ നമുക്ക് ആ തിരി ഒരിക്കലും കാണാൻ കഴിയില്ല. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ബൾബിലേക്ക് നോക്കിയാൽ ഫിലമെൻ്റ് കാണാൻ പറ്റുമോ? കണ്ണടിച്ചു പോവും, അങ്ങനെ നോക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ തിരിയിലേക്ക് നമുക്ക്, ആ വിളക്കിലേക്ക്, ആ വെളിച്ചത്തിലേക്ക് നോക്കാൻ കഴിയില്ല. അതായത് വിളക്കിൻ്റെ മുൻഭാഗത്തേക്ക് ആ വെളിച്ചം വീഴും. അങ്ങനെ ആളുകൾ കാണുന്നത് വിളക്കായിരിക്കും. വിളക്ക് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നെന്ന് പറഞ്ഞു, തിരി നമ്മെ കാണിക്കുന്നു. അവിടെ ഗംഭീരമായൊരു വിഷയമുണ്ട്. അത് കൊട്ടാരക്കരക്കാരും അടൂക്കാരും ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം കൂടുതൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള ആ ഭാഗങ്ങളിലുള്ള ആളുകളാണ്. ബാക്കിയുള്ള സ്ഥലത്ത് അത്ര വേഗം വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഇച്ചിരി സ്പീഡ് കുറയുന്നു മാത്രം. വഞ്ചിക്കപ്പെടാൻ സാധ്യത എല്ലായിടത്തും ഉണ്ട്. അവിടെ ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. അവിടെ ആക്സിലേറ്റർ ഇങ്ങനെ കൂടുതൽ അമർത്തി വെച്ചിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ആയിരങ്ങളല്ലേ ഈ വിളക്കൊക്കെ കെടുത്തി വെച്ചിട്ട് പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതിങ്ങനെ കത്തി നിൽക്കുകയാണ്. ഈ കത്തി നിൽക്കുന്ന തിരിക്ക് എന്ത് രൂപഗുണം ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്നെ ഒന്ന് പഠിപ്പിക്കാവോ? ഇനി ഇതിന് വേറെ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ വ്യാഖ്യാനമായിട്ട് പോരെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൃത്യമായ വ്യാഖ്യാനം ഇതാണ്, ഇതല്ലാതെ വേറെ വ്യാഖ്യാനവും ഇല്ല. അപ്പം അവിടെ കർത്താവിനെയും തൻ്റെ സഭയെയും നമ്മളിങ്ങനെ കാണുകയാണ്. കാണുമ്പോൾ വിളക്കിൽ തിരി കത്തി നിൽക്കുമ്പോൾ ആ തിരിയിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുന്ന സന്ദേശം? നമ്മൾ ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നാം നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല. ഒരാംഗിളിൽ നിന്നല്ല ഇതെല്ലാം പഠിപ്പിക്കുന്നത്, വേറെ പല ആംഗിളിൽ നിന്നും പഠിപ്പിക്കും. ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ ബൈബിളിലുള്ളൂ. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും പഠിച്ചു വരുമ്പോഴാണ് ഒരു സമഗ്രമായ പഠനത്തിലേക്ക്, ഒരു ഉത്തരത്തിലേക്ക്, ഒരു പിക്ചർ നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്. ഇവിടെ നമ്മൾ മുൻകാലത്ത് പറഞ്ഞൊരു പ്രസംഗം, അത് കുറേ ആൾക്കാർ കേട്ടതാണ്, എന്നാൽ അധികം പേരൊന്നും കേട്ടിട്ടില്ല. ഇസ്രായേൽ മിസ്രൈം വിടുന്നു, ചെങ്കടൽ കടക്കുന്നു, അവർ മരുഭൂമിയിലൂടെ മുൻപോട്ട് യാത്ര ചെയ്യുന്നു. മരുഭൂമിയിൽ അവരിൽ ബഹുഭൂരിപക്ഷം കറങ്ങിപ്പോയി, അവിടെ തലക്കറങ്ങി വീണു. എന്നാൽ ഒരു ന്യൂനപക്ഷം മരുഭൂമിയിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലെത്തി. വാഗ്ദത്ത ഭൂമിക്കും മരുഭൂമിക്ക് ഇടയിലൂടെ ഒരു കാര്യം ഒഴുകുന്നുണ്ട്, അതാണ് യോർദാൻ കടന്ന്, അല്ലെങ്കിൽ യോർദാൻ ക്രോസ് ചെയ്ത് അവർ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് വരുന്നു. ഈ ഒരു വിഷയം സമഗ്രമായി നമ്മൾ പഠിച്ചു വന്ന് അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ 3 മരണങ്ങളെക്കുറിച്ച് കണ്ടു. ഒന്ന്, പാപസംബന്ധമായി മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ. 2, ലോകത്തിന് മരിച്ചൊരവസ്ഥ. 3ാമത്തെ കാര്യമാണ് അധികം ആളുകൾ ശ്രദ്ധിക്കാത്തത്. ഇത് രണ്ടും കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ വിശ്വാസ സ്നാനത്തിനൊക്കെ വരുമ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുമൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്.
പാപസംബന്ധമായി മരിച്ചെന്നൊക്കെ റോമാലേഖനം 6-ാം അധ്യായം എടുത്തു വെച്ച് പറയും. അതുപോലെ വേറെ ചില പുസ്തകങ്ങൾ കൊലീസ് ലേഖനമൊക്കെ വെച്ചിട്ട് പറയും നമ്മൾ ലോകത്തിന് മരിച്ചവരാണെന്നൊക്കെ, അങ്ങനെയൊക്കെ പറയും. എന്നാൽ നാം സ്വയത്തിന് മരിക്കേണ്ടവരാണ് എന്ന കാര്യം അധികം പേര് പറയുന്നത് കേട്ടിട്ടില്ല. പൗലോസ്ലീഹ പറയുന്നുണ്ട് ഞാൻ ദിവസേന മരിക്കുന്നു എന്ന്. അതിൻ്റെ വേറൊരു വകഭേദമാണ്. അതുപോലെ മറ്റൊരു ഭാഗത്ത് പറയുമ്പോൾ ഞാൻ ദിവസേന ക്രൂശിക്കപ്പെടുകയാണ്, ക്രൂശിക്കപ്പെടുന്ന അനുഭവം, ദിവസേന മരിക്കുന്നു. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞതാണ്, അത് യോർദാനിലെ വെള്ളത്തിലൂടെ അങ്ങ് ഒഴുകിപ്പോകരുത്. യോർദാൻ ക്രോസ് ചെയ്യുമ്പോൾ ഈ കേട്ട കാര്യവും ആ വെളിപ്പാടും ഒഴുക്കിക്കളയരുത്. അതുമായിട്ട് വേണം മറുകര പോകാനായിട്ട്, വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കാൻ. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കൈമലത്തി കാണിക്കരുത്. ഇപ്പം പറഞ്ഞു പാപസംബന്ധമായി മരിച്ചവരാണ് നാം. അതേസമയം നമ്മൾ ആ സ്നാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലോകത്തിന് നമ്മൾ മരിക്കുകയാണ്, ലോകത്തിന് മരിക്കുകയാണ്. ഇനി ലോകവുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, ഗുഡ് ബൈ, അങ്ങനെ അങ്ങ് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ മരുഭൂമിയിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ഒരു ശൈശവകാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശക്തമായ ദൂതുകൾ, ആലോചനകൾ, വചനം ഒക്കെ കേട്ട് വചനത്തിൽ വളരുകയാണ്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥനയൊക്കെ പഠിക്കുന്ന സമയം അതല്ലേ. ആ സ്നാനപ്പെട്ടൊക്കെ ഇങ്ങ് വന്ന് തപ്പി തടഞ്ഞ് അയ്യോ ഞാൻ പ്രാർത്ഥനയൊക്കെ ആ കാലം ഇച്ചിരി ലജ്ജാകരമാണ്, എങ്കിലും ആരോടും പുറത്തൊന്നും പോയി പറഞ്ഞേക്കരുത്. എൻ്റെ ദൈവമേ നാളെ എങ്ങാനും സഭായോഗത്തിൽ ചെല്ലുമ്പോൾ ആ പാസ്റ്റർ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമോ, പേടിച്ചു വിറച്ച് അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പേപ്പറിലൊക്കെ എഴുതി നോക്കിയിട്ടുണ്ട്. പ്രാർത്ഥന ഉള്ളിൽ നിന്നല്ലേ വരേണ്ടത്. അതൊക്കെ എൻ്റെ ഉള്ളിലൊക്കെ സാധനമുണ്ട്, പക്ഷേ എനിക്ക് പുറത്തേക്ക് ഇറക്കാൻ അറിയാൻ മേല. ഒരു കൊച്ചു കുഞ്ഞല്ലേ, ഒരു ശിശുവല്ലേ. അങ്ങനെ വലിയ പെന്തിക്കോസ് പാരമ്പര്യമൊന്നുമില്ലല്ലോ പറയാനായിട്ട്. ഇങ്ങനെ അണ്ടഘടാകങ്ങളെയൊക്കെ നാഴിയിലിട്ട് അമ്മാനമാടുന്ന പെന്തിക്കോസ് ഉണ്ടല്ലോ. പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ചില അമ്മമാരൊക്കെ പ്രാർത്ഥിക്കണേക്കണം, തവിട് പൊടി, എൻ്റെ ദൈവമേ, അയ്യോ വിറച്ചു പോകും നമ്മൾ. കർത്താവും വിറയ്ക്കും, ഞാനും വിറയ്ക്കും. അങ്ങനെ മൊത്തത്തിൽ വിറച്ചു ഇട്ട് അമ്മാനമാടി കളിക്കും. അമ്മാനമാടി നമുക്കിതല്ലോ അറിയാവോ. അയ്യോ, നമ്മൾ ഈ രണ്ട് മനുഷ്യർ വർത്തമാനം പറയുന്ന പോലെയാണ് ആദ്യമൊക്കെ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇപ്പോൾ വല്ല യാക്കോബക്കാരോ ഓർത്തഡോക്സുകാരൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥന ഇങ്ങനെയാണോ എന്ന് അവരും ചോദിച്ചു കളയും. പ്രാർത്ഥനയുടെ രീതി ഒന്ന് സ്വർഗസ്വനായ പിതാവ് ചൊല്ലുന്നില്ല, ചൊല്ലിക്കൊണ്ടിരുന്ന അത് നിർത്തി. ഇപ്പോൾ പെന്തിക്കോസുകാരുടെ കൂട്ടത്തിൽ പോയിട്ട് ചുമ്മാ അപ്പനും മോനും വർത്താനം പറയുന്ന പോലെയാണ് അങ്ങനെ ഇത് പറയുന്നതെന്ന്. ശരിയാ, സത്യത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ പെന്തിക്കോസുകാരുമായിട്ടുള്ള സഹവാസത്തിലാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ പോളിഷ് ചെയ്യപ്പെട്ടു. പിന്നെ അതിനൊക്കെ ഒരു ആഠ്യത്യം വന്നു. പിന്നെ ഇപ്പോൾ സജി പാസ്റ്ററൊക്കെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഒന്ന് വേറെ തന്നെയാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന പോലെ സ്വർഗീയ പിതാവേ എന്ന് പറഞ്ഞ് ആകെ വർത്തമാനം പറയായിരുന്നു. അപ്പം ഇന്നും ആ വർത്തമാനമൊക്കെ ഉണ്ട് കേട്ടോ. വർത്തമാനത്തിനൊന്നും കുറവ് വന്നല്ല. ഒരു സദസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മാന്യത വേണം. പക്ഷേ അധിക സാഹിത്യം വേണ്ട, അതാണ് എനിക്ക് തോന്നുന്നത്. വലിയ സാഹിത്യം ഇട്ടൊന്ന് അമ്മാനമാടണ്ട. എല്ലാം അറിയുന്ന തമ്പുരാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. ഒരിക്കൽ വളരെ പ്രായമുള്ളൊരു ദൈവദാസൻ്റെ വീട്ടിൽ ഞാൻ പോയി, കുറേ കാലം മുമ്പാണ്. അങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിച്ച് പിരിയാൻ നേരത്ത് ഓക്കെ സീനിയറായിട്ടുള്ളൊരു പ്രിയപ്പെട്ട ആളല്ലേ, അദ്ദേഹത്തോട് അങ്കിൾ പ്രാർത്ഥിക്കാം. അപ്പോൾ പുള്ളി പ്രാർത്ഥിച്ചു തുടങ്ങുക, കർത്താവേ സജി വന്നത് നീ കണ്ടല്ലോ, ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ അവരുടെ കാര്യം പറഞ്ഞു, ഇവരുടെ കാര്യം പറഞ്ഞു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കളഞ്ഞു. അതൊരു വ്യത്യസ്തമായൊരു അനുഭവമായി പോയി. കാരണം നമ്മൾ അമ്മാനം അടിക്കളിക്കുന്ന പാസ്റ്റർമാരുടെ കൂടെ സഞ്ചരിച്ചേക്കുന്ന കൂടുതലും എല്ലാം അമ്മാനമാടി കർത്താവ് ഒരു പോക്കറ്റിൽ ഇരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടപ്പോൾ ഇതൊരു വേറിട്ടൊരു അനുഭവമായി പോയി. രണ്ടുപേരും തങ്ങളിൽ പുള്ളി തിരിച്ച് സ്വരം കേൾക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ മിച്ചം പറയാനായിട്ടേ എന്തോ തിരിച്ച് കേൾക്കുന്ന പോലെയൊക്കെ ഒരു വലിയ ഗാഢബന്ധത്തിൽ നിന്നല്ലേ പ്രാർത്ഥന ഉരുത്തിരിഞ്ഞു വരുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു റിലേഷനാണത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഈ പ്രാരംഭ ദിശയിൽ അല്ലെങ്കിൽ ഈ ശൈശവാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ പ്രാകാരാനുഭവത്തിൽ അങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കാം. സ്നാനം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് കയറുന്ന ആ ഒരു കാലമാണല്ലോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മൊത്തം സങ്കീർത്തന പ്രബോധനം കാരണം ഈ മനുഷ്യരൊന്നും മരുഭൂമിയിൽ നിന്ന് യോർദാനിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തന പ്രബോധനം വേണമെന്നോ അതിൻ്റെ വിതർക്കങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ ഉയർത്തുന്നത്. എന്തായാലും എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഈ സങ്കീർത്തനം തുറന്നു വെച്ചിട്ട് ഈ ഭൗതിക കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ നേരം വെളുപ്പിക്കുന്ന ഒത്തിരി ഉപദേശിമാരുണ്ട്. അവരൊന്നും മാനസാന്തരപ്പെടുകയായിരുന്നെങ്കിൽ ദൈവസഭ ഇന്ത്യ മഹാരാജ്യത്ത് കത്തി ജ്വലിച്ചാണ്. കാരണം അവർ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇനി സങ്കീർത്തനത്തിൽ നിന്ന് ഈ സൈസ് ഊടായ്പ് പ്രബോധനമായിട്ട് വരുന്നില്ല. ഓരോ ഞായറാഴ്ച ദൈവത്തെ എന്തിനാണ് കോപിപ്പിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ വെളിപ്പെടുത്തും. സങ്കീർത്തനം എടുത്തോ, സങ്കീർത്തനത്തിനകത്തൊക്കെ ക്രിസ്തു നിറഞ്ഞു നിൽക്കുക.
എവിടെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കോ, അതിലൂടെ ആശ്വാസം വെളിപ്പെടുമെന്നേ. ഒരു ആശ്വാസമല്ലേ വേണ്ടത്, അതല്ലേ പ്രശ്നമുള്ളൂ. ആശ്വാസമൊക്കെ കിട്ടും. ഇപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അതായത് ഒരു പാരഗ്രാഫ് ആരംഭിക്കുകയാണ് അവിടെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് പറഞ്ഞ് ആ പാരഗ്രാഫ് തുടങ്ങുന്നത്. അതായത് മരിച്ചുപോയ ആളുകളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ മരിച്ചുപോയി എന്നല്ലല്ലോ പറയുന്നത്, നിദ്ര കൊള്ളുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഉറങ്ങുന്നവർ, അവരെക്കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഉയർപ്പിനെക്കുറിച്ച് അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് കർത്താവിൻ്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് താൻ ഗംഭീരനാഥം പ്രധാന ദൂതൻ്റെ ശബ്ദമൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് അങ്ങനെ സഭ എടുക്കപ്പെടുകയും എടുക്കപ്പെട്ട സഭയും ക്രിസ്തുവും ഇങ്ങനെ ഒരുമിച്ച് എപ്പോഴും ഇരിക്കും എന്നൊക്കെയുള്ള കാര്യം പറയുകയാണ്. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുന്നത്, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെ, ഈ വചനങ്ങളാൽ നിങ്ങൾ തമ്മിൽ ആശ്വസിപ്പിച്ചു കൊള്ളാനാണ് പറയുന്നത്. നിങ്ങൾ നേരം പോക്ക് പറഞ്ഞ് ആശ്വസിച്ചു കൊള്ളാനല്ല പറഞ്ഞത്. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ചും ജീവനോടിരിക്കുന്നവരെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ജീവനോടിരിക്കുന്നവർക്ക് സംഭവിക്കാൻ പോകുന്ന രൂപാന്തരം എന്ന് പറയുന്നത് എന്താ? ഭയങ്കര രൂപാന്തരമല്ലേ അല്ലേ? നിദ്ര കൊണ്ടവർ ആദ്യം ഉയർക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ക്ഷണനേരം കൊണ്ട്, കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് നാം രൂപാന്തരപ്പെടും. ആ രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മുടെ ഈ താണ ശരീരത്തെ അനുരൂപമാക്കും അല്ലേ? ഈ മൺമയ ശരീരത്തെ ആ വിൺമയ ശരീരത്തോട്, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ പത്മോസി കണ്ടല്ലോ, ആ തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കാണുന്ന അവസ്ഥയൊന്നും അല്ലെന്നേ, നാം ദൂതതുല്യരായി മാറുകയാണ്. നമുക്കിനി മരണമില്ല. എന്തെല്ലാം കാര്യമാണ് ഞാൻ പറഞ്ഞത്? ഇപ്പം നമുക്ക് ക്യാൻസറുണ്ട് ആയിക്കോട്ടെ, ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും 2-3 നല്ല രോഗങ്ങളുടെ ഒരു പേര് പറയാമോ? കിഡ്നി ഇല്ലെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പം എല്ലാ രോഗത്തിൻ്റെ പേര് പറയില്ല. പണ്ടൊക്കെയാണെങ്കിൽ പനി ചുമയൊക്കെ ഉള്ളൂ. ഇപ്പം അതൊന്നും സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ. കുറച്ച് സ്റ്റാൻഡേർഡുള്ള രോഗത്തിൻ്റെ പേര് പറയില്ല. അങ്ങനെ കുറേ രോഗങ്ങളൊക്കെ ചിന്തിച്ചോ. അപ്പോൾ ആ രോഗമൊക്കെ ഉണ്ട്. ആ രോഗത്തിലൂടെ വിഷമിച്ചൊക്കെ നമ്മൾ പോവുകയാണ്. എന്നിരുന്നാലും ഇവിടെ വ്യക്തമായിട്ട് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയെ ധൈര്യപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. അപ്പോൾ 1-ാം നമ്പർ ആശ്വാസം അവിടെ വന്നു. അടുത്തത് എന്താ പറഞ്ഞത്? നാം ജീവനിലേക്ക് കടന്നു വന്നിരിക്കുന്നു, അത് മാത്രമല്ല മരണമില്ലായ്മയിലേക്ക്. ഇനി മരണമില്ല. പുത്രനുള്ളവന് മരണമില്ല. വന്നിരിക്കുന്ന ജീവൻ നിത്യജീവനാണ്. നാം മരണമില്ലായ്മയിലേക്ക് കടന്നിരിക്കുക സഹോദരങ്ങളെ. അപ്പോൾ അടുത്ത ആശ്വാസം വന്നില്ലേ? ഇതാണോ ആശ്വാസം എന്നാണ് ചോദിക്കുന്നത്. പണ്ടത്തെ പെന്തിക്കോസുകാർക്ക് ഇങ്ങനെ 2 കാര്യം കൊടുത്താൽ അവർക്ക് ആശ്വാസമായേരെ. ഇപ്പോഴത്തെ പെന്തിക്കോസിന് അതൊന്നും പോരാ. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ, ഇതിന് കൂടെ ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നത്. ഈ കള്ളുടിയന്മാർ ചോദിക്കും തൊട്ട് കൂട്ടാൻ വല്ലതുണ്ടോ എന്നൊക്കെ. കള്ളുടിയന്മാരെ അതുപോലെ ഇന്നത്തെ പെന്തിക്കോസുകാർ ചോദിക്കുന്നത്. ഇന്നത്തെ പെന്തിക്കോസുകാർ ഇങ്ങനെ പോകാനുള്ളൊരു കാരണവും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നമ്മുടെ ഈ പെന്തിക്കോസ്, അത് ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് പറയാം. സമയമായോ? അത് ഇച്ചിരൂടെ മുന്നോട്ട് പോയിട്ട് അങ്ങ് പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പെന്തിക്കോസിനകത്ത് ഒരു 2-3 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതിനകത്ത് ആത്മീയരുണ്ട്, ഇതിനകത്ത് ജഡീകരുണ്ട്. അതും കഴിഞ്ഞിട്ട് സങ്കടകരമായൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് സമ്മിശ്ര ജാതികളുമുണ്ട്. ഇങ്ങനെ 3 ഇനങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ സമ്മിശ്ര ജാതികൾ കരയും. അവരുടെ ഇടയിൽ നിന്നുള്ള പാസ്റ്റേഴ്സ്, അവരുടെ ഇടയിൽ നിന്ന് പാസ്റ്റേഴ്സ് എഴുന്നേക്കും. ആത്മീയരുടെ ഇടയിൽ നിന്നും ജഡീകരുടെ ഇടയിൽ നിന്നും എല്ലാ കൂട്ടത്തിൽ നിന്നും പാസ്റ്റർ നിൽപ്പുണ്ട്. ഈ പറഞ്ഞ 3 ഗ്രൂപ്പ് ഇതിനകത്ത് ഉള്ളതുപോലെ തന്നെ ഈ 3 കൂട്ടത്തിൽ നിന്ന് ശുശ്രൂഷകർ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ സമ്മിശ്ര ജാതികളുടെ പൊതുവിലുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവർ കരയും. ഇടയ്ക്കിടയ്ക്ക് കരയും. അത് കണ്ട് ഈ ആത്മീയനും ജഡീകരും ഒക്കെ കൂടെ കരയും. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് അതൊന്നും കണ്ട് കരയേണ്ട ഒരു കാര്യമില്ല. അവരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. വാഗ്ദത്തങ്ങൾ അവരുടെ മേൽ കിടപ്പുണ്ട്. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ നിന്നെല്ലാം മാറുന്നവനാണോ നമ്മുടെ ദൈവം? ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, പറഞ്ഞതാ അല്ലേ? അബ്രഹാമിനോട് പറഞ്ഞില്ലേ, നിന്റെ സന്തതി ഇത്രയും കൊല്ലം ഇന്ന സ്ഥലത്ത് കിടക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ മടക്കി വരുത്തുമെന്ന്. എന്തെങ്കിലും വള്ളി മാറിയോ? ഒരു മാറ്റം ഉണ്ടായില്ല. പറഞ്ഞതുപോലെ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടോ? അവരതങ്ങ് വിശ്വസിച്ചാൽ മതി. ഈ മരുഭൂമി കിടന്ന് കരഞ്ഞ് ചുമ്മാ ഈരുള്ളി ചുറ്റുള്ളി കുമ്പളങ്ങ ഇറച്ചിക്കലം, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കരച്ചിലല്ലേ? കരയുവാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? സമ്മിശ്ര ജാതികൾക്കൊരു സ്റ്റാൻഡേർഡും ഇല്ല. അവരെ സംബന്ധിച്ച് ബോധവുമില്ല. അവർ ബോധമില്ലാതെ പറയുന്ന കാര്യങ്ങൾ അത് സ്റ്റാൻഡേർഡ് അല്ലെന്നോ ബോധമില്ലായ്മയാണെന്നോ അവർക്ക് മനസ്സിലാകുന്നില്ല. അത് ബോധം വെച്ചോനല്ലേ മനസ്സിലാവുള്ളൂ ഇത് എവരൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അവരോട് ചോദിച്ചാൽ അവരെന്നാ പറയുന്നത്? ഹൈ സ്റ്റാൻഡേർഡ് പരിപാടിയാണ് ഞങ്ങളുടെ എന്നാണ് പറയുന്നത്. ഞങ്ങളുടേത് ടോപ്പ് ലെവൽ ഇടപാടാണ്. പക്ഷെ വെളിപ്പാടുള്ളവൻ അത് കേൾക്കുമ്പോൾ, അവൻ്റെ കരച്ചിലും അവൻ്റെ പാട്ടും പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ
ഇതൊന്നും വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രക്കാരല്ല. ഇതെല്ലാം സമ്മിശ്ര ജാതികളാണ്. പെസഹായും ചോരത്തലി ആചരിച്ചിട്ടില്ല, ചുമ്മാ ചെങ്കടൽ കടന്നിട്ടുള്ളൂ, ആരോ പിടിച്ച് വെള്ളത്തിലിട്ടു, അത്രയേ ഉള്ളൂ. അവർ കരയുന്നത് കണ്ട് ഇവൻ എന്തിനു കരയുന്നു? എൻ്റെ ചോദ്യമാണ്. അവരെ സംബന്ധിച്ച് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കൊന്നും വിളിക്കപ്പെട്ടവരല്ല. അവർ കൂടെ ഇങ്ങനെ ഇറങ്ങി ഒഴുകി പോന്നവരാ, കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നവരാ. അതേസമയം വിളി കേട്ടവർ, നിത്യരാജ്യത്തിലേക്കുള്ള വിളി കേട്ടവർ, അവർ തങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണ്ടേ? അതിലേക്ക് ധാരാളമായി പ്രവേശിക്കാൻ പാകത്തിന്. അതല്ലേ അവർ ചെയ്യേണ്ടത്. അവർ മറ്റുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കരുതെന്നേ. അവരുടെ കണ്ണ് പറിക്കരുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവൻ അല്ലേ, അവൻ നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനെന്നാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 7:25. അവൻ നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനാണ്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല, സമ്പൂർണ്ണ രക്ഷയല്ലേ ഓഫർ ചെയ്തിരിക്കുന്നത്. ആ രക്ഷയിലേക്ക് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണം. അതിലിപ്പോൾ പല പ്രോസസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നു. കാഹളം ധ്വനിക്കുമ്പോൾ ഈ മൺമയ ശരീരം വിൺമയ ശരീരമായിട്ട് മാറില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഓക്കെ, ഇടയ്ക്ക് ഞാൻ ആ സ്വയത്തിൻ്റെ മരണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഇത്രയൊന്ന് കറങ്ങിപ്പോയത്. സ്വയത്തിൻ്റെ മരണം, പാപസംബന്ധമായി മരിച്ചവർ, ലോകത്തിന് മരിച്ചവർ. അടുത്ത എന്താ പറഞ്ഞത്? സ്വയത്തിന് മരിക്കണം. അതാണ് യോർദാൻ ക്രോസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ആ സ്വയത്തിന് മരിച്ചവർ, അവരിനി തങ്ങൾക്കായിട്ട് ജീവിക്കുന്നില്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണമെന്ന ബോധ്യമുള്ളവരാണ് സ്വയത്തിന് വേണ്ടി മരിച്ചവർ. അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കുമ്പോൾ യെരിഹോയൊക്കെ അവരുടെ കാൽക്കീഴിലേക്ക് വരികയാണ്. വാഗ്ദത്ത ഭൂമി അവർ പിടിച്ചടക്കുകയാണ്. അവിടെ അവർ കൃഷി ഇറക്കും, വിളവെടുക്കും. അതിൻ്റെ ആ പച്ചയിൽ, അതിൻ്റെ ബലത്തിൽ അവർ ജാതികളെയൊക്കെ കാൽക്കീഴി കൊണ്ടുവരും, സകലതിനെയും പിടിച്ചടക്കും. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, 5-6 അന്യഭാഷ പറഞ്ഞു, അവിടെ കൊണ്ട് അവസാനിക്കരുതേ, മുൻപോട്ട് പോകണം. സ്വയത്തിൻ്റെ മരണം, ഈ സ്വയത്തിൻ്റെ മരണം കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് മരണം കഴിയല്ല, അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രക്രിയ അല്ല കേട്ടോ. പറഞ്ഞതിനകത്ത് പാളിച്ച വന്നോന്ന് എനിക്കൊരു സംശയം. സഹോദരങ്ങളെ, അതൊരു തുടർമാനമായ പ്രക്രിയയാണ്. ഈ സ്വയമൊക്കെ എപ്പോഴും പൊങ്ങി വന്നുകൊണ്ടിരിക്കും. അല്ലാതെ ഇന്ന് സ്വയം പൊങ്ങി വന്നു, ഇനി ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്ത് പോകാമെന്നോ അങ്ങനെയൊന്നും അല്ല. അത് നമ്മിലുണ്ട്, പഴയ മനുഷ്യൻ നമ്മിലുണ്ടല്ലോ. അപ്പോൾ ആ സ്വയത്തിൻ്റെ ചിന്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് ഉയർന്നു വരും, പൊങ്ങി വരും. അതിനെയൊക്കെ ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനത്തിൽ പിടിച്ചടക്കണം, കാൽക്കീഴിലിടണം. എല്ലാത്തിനെയും കാൽക്കീഴിലിടണം, സകലത്തിനെയും കാൽക്കീഴിലിട്ടുകൊണ്ട് ജയകരമായൊരു ജീവിതം. ഇപ്പം യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ 2 പ്ലേസ് വയ്ക്കുക. ഒന്ന് യോർദാൻ്റെ ഇങ്ങേക്കര, കടക്കുന്നതിന് മുമ്പുള്ള മരുഭൂമി. ഒന്ന് അങ്ങേക്കര, വാഗ്ദത്ത ഭൂമി. 2 സ്ഥലം വെച്ചു, നടുക്കൂടെ യോർദാൻ ഒഴുകുന്നു. യോർദാൻ ഒഴുകുന്ന കാണിച്ചിട്ടാണ് പറഞ്ഞത് സ്വയത്തിൻ്റെ മരണത്തെ കാണിക്കുന്നു എന്ന്, സ്വയത്തിൻ്റെ മരണത്തെ കാണിക്കുന്നു എന്ന്. അപ്പോൾ ഇങ്ങേക്കരയിലിരിക്കുന്നവൻ്റെ, മരുഭൂമിയിലുള്ളവൻ്റെ പ്രാർത്ഥനയും വാഗ്ദത്ത ഭൂമിയിലുള്ളവൻ്റെ പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്, 2 രീതിയാണ്. മരുഭൂമിയിലിരിക്കുന്നവരുടെ, അഥവാ ആ ശൈശവാവസ്ഥയിൽ തന്നെ ഇങ്ങനെ സെയീർ പർവ്വതത്തെ ചുറ്റിക്കറങ്ങിയായിരുന്നു അവർ 38 വർഷം. ആവർത്തന പുസ്തകം പഠിക്കണം. സെയീർ പർവ്വതത്തെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ അവരിങ്ങനെ 40 വർഷം ഇങ്ങനെ നേരെ നെടുനീളത്തിൽ പോയി എന്നൊന്നും ചിന്തിക്കരുത്. 40 വർഷം അവർ നടന്നു കഴിഞ്ഞാൽ അവർ എവിടെ ചെല്ലുമെന്നറിയാവോ? അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അതും കടന്ന് സോർ സീതോനും കടന്ന് മെഡിറ്ററേനിയൻ സീയിലൂടെ നീന്തി അങ്ങ് തുർക്കിയിലേക്ക് കയറി അങ്ങ് ബൾഗേറിയ വഴി അങ്ങനെ അങ്ങ് പോയിട്ട് അവർ ചിലപ്പോൾ ജർമ്മനിലോ സ്വീഡനിലോ ഒക്കെ ചെന്നേനെ. അങ്ങനെ 40 വർഷം നടക്കുകയായിരുന്നെങ്കിൽ. അവർ ആക്ച്വലി ഈ സെയീർ പർവ്വതത്തെ ചുറ്റി 40 വർഷം ബോധമില്ലാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ വാക്യം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ദൈവത്തിനറിയാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടേ അവരൊന്ന് വായിച്ചോട്ടെ. ഞാനിങ്ങനെ സെയീർ പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു പിടി കിട്ടാതെ പോകരുതല്ലോ. ആവർത്തന പുസ്തകം 2-ന്റെ 1ഉം 2ഉം വായിച്ചാൽ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ട് നാം ഏറിയ നാൾ സീർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചു, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്ന് മതി, വടക്കോട്ട് തിരിവിൻ. ഈ 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഇവർ ഈ കാണായ കാലം മുഴുവൻ ഈ സെയീർ പർവ്വതത്തെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുകയായിരുന്നു. അതല്ലാതെ ഇവർ മുന്നോട്ടൊന്നും അല്ല പോയത്. ആ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അതൊക്കെ ഇടയ്ക്ക് പറഞ്ഞതാകട്ടോ. ആരെങ്കിലും ഒരാൾക്ക് ഒരു ഡൗട്ട് വന്നാൽ അതങ്ങനെ ആ ഡൗട്ടും വെച്ചോണ്ട് അവർ പിരിഞ്ഞു പോകരുതല്ലോ എന്ന് ഓർത്താ. അല്ല, നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്ക് ഈ കാര്യമൊക്കെ അറിയാം. ആവർത്തനം 2
അവിടെ സെയീർ പർവ്വതം എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഉള്ളിൽ കത്തുമെന്ന് എനിക്കറിയാം. എങ്കിലും ഏതൊരു ചെറിയൊരു വ്യക്തിയാണെങ്കിൽ പോലും അവരൊരു സംശയത്തോടെ പോകണ്ട, ഇതെന്താ ഉദ്ദേശിച്ചത് എന്ന് അവർക്കൊരു സംശയം വേണ്ട. അതിനാണ് അത് ക്ലിയർ ചെയ്ത് ഓക്കെ മുൻപോട്ട് പോകാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇസ്രായേലി മരുഭൂമി ചുറ്റിക്കറങ്ങി അവരുടെ ആയുസ് അവിടെ പാഴാക്കി ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഒരു ന്യൂനപക്ഷമാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചുള്ളൊരു പഠനത്തിൽ നമ്മുടെ മുൻകാല പഠനങ്ങളും ചിന്തകളും ഒക്കെ ഉള്ളിൽ കിടക്കുന്നത് ഈ ജീവിതം മുഴുവനും മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് അവസാനിപ്പിക്കുകയും നമ്മൾ മരിക്കുമ്പോൾ മരണയോർദാൻ കടന്ന് നമ്മൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കും എന്ന ഒരു തലത്തിലാണ് പഠനങ്ങൾ കിടക്കുന്നത്, പാട്ടുകൾ കിടക്കുന്നത്, സ്റ്റഡികളെല്ലാം കിടക്കുന്നത്. ആ പഠനങ്ങൾ അത് വെളിപ്പാടിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് അങ്ങനെ അന്നത്തെ കാലത്ത് സംഭവിച്ചത്. അവർ ആ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ അവരെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല, നമുക്കതിനൊന്നുള്ള വലിയ യോഗ്യതയുള്ളവരല്ല. പഴയ കാലത്തെ ആളുകൾ അവർക്ക് ചില കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയില്ല. നമുക്കിപ്പോൾ വെളിപ്പെട്ട് കിട്ടിയത് മഹാകൃപയാല, അത്ര തന്നെ, അതിലൊന്നും ആരും ഞെളിയണ്ട, അത്രയേ ഉള്ളൂ. അപ്പം കനാനിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ അവർക്ക് പറ്റിയ പാളിച്ച, മരണശേഷം ആ കനാനിലേക്ക് പ്രവേശിച്ചതെങ്കിൽ ഈ നിഴലായ കനാനിലെ യുദ്ധത്തിൻ്റെ പൊടിപൂരമാണ്. കനാനിൽ യുദ്ധങ്ങളാണ് അല്ലേ, ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് കനാനിലാണ്. അപ്പോൾ മരണശേഷം നമ്മൾ യുദ്ധം ചെയ്യാൻ പോവുകയാണോ? മരണശേഷം വിശ്രമത്തിലേക്കെന്നുള്ളതാണ് ക്രിസ്തീയ പഠനം അല്ലെ ആ ബോധ്യം. അപ്പോൾ ഈ മരണയോർദാൻ കടന്ന് കനാൻ, സ്വർഗ കനാനിലേക്ക് എത്തി എന്നൊക്കെയുള്ള നമ്മുടെ ആ ടീച്ചിങ്ങിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ തിരുത്തേണ്ടതാണ്. അതൊക്കെ നമ്മൾ തിരുത്തി കാര്യങ്ങളുടെ ബോധ്യത്തിലേക്ക് വരണം. അപ്പോൾ കനാനിൽ പ്രവേശിക്കുന്ന മരണശേഷമല്ല, ജീവനോടിരിക്കുമ്പോഴാണ്. ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വലിയ താമസമില്ലാതെ അവൻ ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കണം. അഥവാ കനാൻ നിഴലാണത്. നമ്മെ സംബന്ധിച്ച് ദൈവരാജ്യത്തിലേക്കാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ വന്നത്. ആ ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. അത് കോൺക്വർ ചെയ്യണം, പൊസസ് ചെയ്യണം, നമ്മുടേതാക്കി മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ മുമ്പിൽ ശത്രുക്കളുണ്ട്. അപ്പോൾ അവർക്ക് അവിടെയും ശത്രുക്കളുണ്ട്, നമ്മുടെ കാര്യത്തിൽ ശത്രുക്കളുണ്ട്. അവർ യുദ്ധം ചെയ്തു, അത് പിടിച്ചടക്കി യോശുവയുടെ നേതൃത്വത്തിൽ. നമ്മളും അതുപോലെ യുദ്ധം ചെയ്ത് ഇത് നമ്മുടേതാക്കി മാറ്റണം. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നില്ലേ, ഈ വക പ്രവർത്തിക്കുന്നവരൊന്നും ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന്. ജഡത്തിൽ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ച് ഇന്നും പല വാക്യങ്ങളും അവർക്ക് തുറന്നു വന്നിട്ടില്ല. പെരിഫറൽ ലൈനിൽ നിന്നുകൊണ്ടാണ് പല കാര്യങ്ങളും വീക്ഷിക്കുന്നത്. അവരുടെ വീക്ഷണത്തിലെ പെന്തക്കോസ്ത് അവർ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെയാണ്. എന്നാൽ സ്വയത്തിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം, ഒരു ആരംഭമുണ്ടല്ലോ, ആ തുടക്കം സംഭവിച്ചു കഴിഞ്ഞാൽ, വാഗ്ദത്ത ഭൂമിയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മനോഹരത്വത്തിൻ്റെ മുമ്പിൽ നാം നമ്മെ തന്നെ മറക്കും അല്ലേ. ആത്മീയ അനുഭവങ്ങൾ പാലും തേനും ഒഴുകുന്ന അനുഭവങ്ങളാണ്. അതായത് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത കൊരിന്തിയ സഭയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആ കൃപാവരങ്ങളെല്ലാം ഉള്ളപ്പോഴും അവിടെ വേറെ കുഴപ്പങ്ങളില്ലെന്ന് ചോദിക്കും. മനുഷ്യ ജീവിതത്തിൽ അതൊക്കെ സംഭവിക്കാം. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്, ഓരോരുത്തരെയും വ്യക്തിപരമായി എടുത്താൽ പറയുന്നത്. നാം ആ സ്വയത്തിന് മരിക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നു. അനുദിന ജീവിതത്തിൽ വാഗ്ദത്ത ഭൂമിയിൽ ഒരു ജീവിതം ജീവിക്കുന്നു. അവിടെ നമ്മെ കാത്തിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ കൃഷി ഇറക്കേണ്ടതും വിളവെടുക്കേണ്ടതുമായ ഒരു 6-7 കൂട്ടം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭക്ഷിക്കുമ്പോൾ എസ്കോൽ താഴ്വരയിലേക്കൊന്ന് നോക്കിയേ, അവിടുത്തെ ആ മുന്തിരിക്കൊലയൊന്ന് കണ്ടേ, എന്ത് ഭയങ്കരമാണ് അതൊക്കെ. ആ മുന്തിരിക്കൊലയൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതൊക്കെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ കോതമ്പിൻ്റെ കാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ കിട്ടുന്നത് എന്താ? കോതമ്പ്, യവം, മാതളപ്പഴം, മുന്തിരിപ്പഴം, അത്തിപ്പഴം, പിന്നെ ഒലിവ് എന്ന് വേണ്ട അങ്ങനെ ഒരു 6-7 കൂട്ടം കാര്യങ്ങളാണ് അവിടെ കാത്തിരിക്കുന്നത്. ഈ സമ്മിശ്ര ജാതികളിരുന്ന് കരഞ്ഞതിന് വേണ്ടിയാ, ഈരുള്ളി ചിറ്റുള്ളി കുമ്പളങ്ങയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ അവർ കരഞ്ഞത്. അപ്പം മരുഭൂമിയിലെ ഈരുള്ളി ചിറ്റുള്ളി കുമ്പളങ്ങ ഒന്നും തിന്നാലൊന്നും ആത്മീയത്തിൽ കരുത്തുറ്റവരായി മാറില്ല, വെളിപ്പാടുകളിലേക്ക് വരില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളിലേക്കൊന്നും അവർക്ക് ഒരു ബോധം ഉണ്ടാവില്ല. അവരിതൊക്കെ കേട്ടിട്ട് എന്നെ ഭ്രാന്തായി പറയുന്നതെന്ന് ചോദിക്കും. വിളക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്താ, വിളക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനെ മാത്രമല്ല നമ്മയും കാണിക്കുമല്ലോ. വ്യക്തിപരമായി നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. ആ വിളക്ക് നമ്മയും കാണിക്കും. യേശുക്രിസ്തു എന്ന വിളക്കിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാ? ഒരു താലന്ത് തങ്കത്തിൽ അടിപ്പ് പണിയായി പണിതാണ്. ബത്ലഹേം മുതൽ ഗോൽഗോഥ വരെ അടിച്ചടിച്ച് പണിതെടുത്ത ഒരു വിളക്കാണത്, തങ്ക നിലവിളക്ക്.
അതിനകത്ത് മരത്തിൻ്റെ ഒരംശം പോലുമില്ല, തനി തങ്കം മാത്രമാണ് അതിനകത്ത്. അല്ലേ, അവൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്. ആ കാര്യങ്ങളൊക്കെ വിശദമാക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലും അതുപോലെ അടിപ്പുപണികൾ വരുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേരേ കേട്ടോ സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നാം വിളക്കാണെങ്കിൽ വിളക്കിൽ ചുറ്റുക വീഴും. ബീറ്റ് വർക്കുകളുണ്ട്, അടിപ്പുപണികളുണ്ട്. അടിപ്പുപണികൾ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ് കറുപ്പിക്കാനും വെളുപ്പിക്കാനും നട്ടുപിടിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അല്ലേ വേണ്ട, വേറെ കിഴുത്തയിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെയൊന്നും അധികം പറയാറില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് പിന്നെ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ അയ്യോ പാത്രം അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയോന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, അടിപ്പുപണിയെക്കുറിച്ച് ബോധമുള്ള ഒരാളല്ലേ ഞാൻ. ചുറ്റിക വന്ന് വീഴുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ക്ലിയർ ആവും. അടിച്ച് തകർത്ത് കളയല്ല, അടിച്ച് പരുവത്തിലാക്കും, മനോഹരമായ ഒരു രൂപത്തിലാക്കും. അല്ലേ, കവരവിളക്ക് അങ്ങനെ വരും. ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ, അന്ധകാര ലോകത്തിന് ആത്മീയമായി വെളിച്ചം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാ നാം. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയല്ല നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ അന്ധകാര ലോകത്തിന് പ്രകാശം പരത്താനാ. അതിനനുസരിച്ച് വേണം പാട്ടും പ്രാർത്ഥനയൊക്കെ. നല്ല രീതിയിൽ കേട്ടോണം. നമ്മുടെ ഇഷ്ടത്തിന് പ്രാർത്ഥിക്കാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. അയ്യോ, യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെയുണ്ടല്ലോ, എന്നാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നാ ചോദിച്ചാലും തരാമെന്നാണല്ലോ. അതൊക്കെ ചുമ്മാ തോന്നലാന്നേ. അങ്ങനെ ഒരു വാക്യം കൊണ്ടൊന്നും ഉപദേശം സ്ഥാപിക്കാൻ കഴിയില്ല. കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന ഒക്കെ തരുമെന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ആശ്വാസത്തിനായിട്ടൊരു വാക്യം വായിച്ചേക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം, 1 John chapter 5 verse 14. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. യോഹന്നാൻ 15 യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു വാക്യം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ നമുക്ക്? മറ്റ് വേദഭാഗങ്ങൾ പല സ്ഥലത്തും ഇല്ലേ? അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ വരും. ഇവിടെ എന്താ കണ്ടത്? യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അതായത് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നാം അപേക്ഷിച്ചാൽ. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം നാം എങ്ങനെയാണ് അറിയുന്നത്? വലിയൊരു മർമ്മം പറയാൻ പോവുക. വലിയൊരു മർമ്മം എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെച്ചോ. നാം എങ്ങനെയാണ് കർത്താവിൻ്റെ ഇഷ്ടം അറിയുന്നത്? ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ നമ്മൾ പറഞ്ഞു, നാം പാപത്തിന് മരിച്ചവരാണ്, ലോകത്തിന് മരിച്ചവർ, അതൊക്കെ ശരിയാ. പക്ഷെ നാം സ്വയത്തിന് മരിച്ചവരല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും സകല കാര്യങ്ങളും നമ്മൾ എയിം ചെയ്യുന്നത് മുഴുവനും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അതേസമയം നമ്മൾ പറഞ്ഞതുപോലെ സ്വയത്തിൻ്റെ മരണം സംഭവിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കുന്നു. ഇവിടെയാണ് സുവിശേഷത്തിൽ പറയുന്ന ക്രൂശ് എടുക്കുക എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ ഗൗരവം വരുന്നത്. ക്രൂശ് എടുക്കുക അനുദിന ജീവിതത്തിൽ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കുക. നാം നമ്മുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയെല്ലാം ത്യജിക്കുന്നു. അത് രണ്ട് രീതിയിൽ പറയാം. അതെല്ലാം ബലിപീഠത്തിലേക്ക് വയ്ക്കുന്നു, അതെല്ലാം കത്തി അമരുകയാണ്. അതേസമയം ആ സ്വയത്തിൻ്റെ മരണം സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബോധത്തിലേക്ക് വരുന്നവർ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് ദൈവേഷ്ടം എപ്പോഴും വെളിപ്പെട്ട് കിട്ടും. ഈ വിഷയത്തിൽ ഇങ്ങനെയല്ല, ഈ കാര്യം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലേ? അതിൽ ദൈവേഷ്ടം നമുക്ക് മനസ്സിലാകില്ലേ? ബത്ലഹേമിലേക്ക് വന്ന ശമൂവേലിൻ്റെ മുമ്പിൽ ഇശായിയുടെ ഭവനത്തിൽ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. അരോഗ ദൃഢഗാത്രന്മാരായ സുസ്മേര വദനന്മാരായ അല്ലെങ്കിൽ കോമള രൂപികളായ 6-7 സഹോദരങ്ങൾ, ദാവീദിൻ്റെ 6-7 സഹോദരങ്ങൾ അവിടെയുണ്ട്. എല്ലാം കേമന്മാരാ. പക്ഷെ വലിയവനായ ദൈവം പറയാണ്, അതായത് ശമൂവേലിൻ്റെ ഉള്ളിലെ ആഗ്രഹം തന്നെ ഇസ്രായേലിൻ്റെ അടുത്ത രാജാവിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവൻ നല്ല കേമനാണല്ലോ, ഇവനെ കൊണ്ടുപോയി കസേരയിൽ ഇരുത്താമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത് ശമൂവേലിൻ്റെ ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ ആ ആഗ്രഹത്തിന് വിഭിന്നമായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലായപ്പോൾ അവസാനം താൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഇശായോട് ചോദിക്കുക, ഇനി വേറെ മക്കളെല്ലാം ഉണ്ടോയെന്ന്. അപ്പോൾ ഇശായി ലിസ്റ്റ് നോക്കിയപ്പോൾ ഇനി ഒരുത്തനുണ്ട്, ഒരു ചെറുക്കൻ, അവനെ കൊണ്ടൊന്നും വലിയ ഗുണമൊന്നും രാജ്യമ്പോൾ കാട്ടിൽ ആടിനെ മേയിച്ച് കിടക്കുകയെന്ന്. ഒരു ഗൗരവമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. ഇനി ഒരുത്തനുണ്ട്, അവൻ ചുമ്മാ ആടിനെ മേയിച്ച് കിടക്കുക അത്രേ. തൽക്ഷണം ശമൂവേൽ പറയുന്നത് എന്താ? തൽക്ഷണം ശമൂവേൽ പറയുകയാണ്, അവൻ വന്നിട്ടല്ലാതെ പന്തിയില്ലെന്ന്. ദൈവേഷ്ടം മനസ്സിലാക്കിയതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മുടെ ഇടയിലുള്ള ഉദ്ദേശിമാർ എന്നെയും കൂട്ടിക്കോ,
ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഈ കാലഘട്ടത്തിലെ ഉപദേശിമാരാണ് ഇശായുടെ വീട്ടിൽ പോകുന്നതെങ്കിൽ എന്തു പറഞ്ഞാൽ ആടിനെ മേയ്ക്കുന്ന ചെക്കനെയോ അവനെയൊന്നും വേണ്ട രാജാവായിട്ട്. നമുക്ക് ഇവനെ ഈ ഒന്നാമനെ കേമനെ ഇവൻ നല്ല തൂക്കമുള്ളതാണ്, ഇവനെ അങ്ങ് ഇരുത്തിയേക്കാം, ഇവനെ അഭിഷേകം ചെയ്തേക്കാം. അത് നമ്മളങ്ങ് അഭിഷേകം ചെയ്യും. ഇവിടെയൊക്കെ നിന്ന് 2 വർത്തമാനം വേണേൽ പറയാൻ കേട്ടോ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ കുമ്പനാടോ മുളക്കുഴയിലോ പൊല്ലൂരൊക്കെ പോയിട്ട് പറയേണ്ട പ്രസംഗമാണ്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം, സാധുക്കളായ മനുഷ്യരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തങ്ങൾക്ക് ബോധിച്ചവരെയൊക്കെയാണ് അവർ അഭിഷേകം ചെയ്ത് ഉപദേശിയാക്കുന്നതും സെൻറ്ററും ഡിസ്ട്രിക്റ്റൊക്കെ ആക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതമൊന്നും അല്ല അന്വേഷിക്കുന്നത്. ദൈവം പറയുന്നവൻ്റെ തലയിലല്ലെന്നേ കൈവയ്ക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു 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 പ്രധാനപ്പെട്ട പാസ്റ്റർ, എല്ലാം ഞാൻ സാക്ഷിയെ പല കാര്യത്തിൽ നിന്ന് കൂട്ടിക്കോ. അപ്പം എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശി അങ്ങ് കൊല്ലം ജില്ലയുടെ അങ്ങ് കിഴക്ക, ഇനി അങ്ങോട്ട് പോയാൽ കാടാ. അതിൻ്റെ ഒരു എൻഡെന്ന് പറഞ്ഞാൽ കുളത്തുപ്പുഴയൊക്കെ വരുമെന്ന് തോന്നുന്നത്. അതും കഴിഞ്ഞ് പിന്നെ പോയ കാടാ. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ഏറ്റവും സീനിയറായ ഉപദേശിയുടെ സ്വന്തക്കാരൻ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി പിടിപ്പിച്ചേക്കുക, ആദം പാപം ചെയ്തെന്ന് കരുതി ബാക്കിയുള്ളവരെ ചുറ്റിക്കേണ്ട കാര്യമുണ്ടോയെന്ന്. പുള്ളി ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുക 4 കൊല്ലമായിട്ട്. അതും കഴിഞ്ഞിട്ട് സ്വന്തക്കാരൻ അതിൻ്റെ തലപ്പത്തിരിക്കുകയാണല്ലോ, ഏറ്റവും തലപ്പത്തിരിക്കുന്നതിൻ്റെ പേരിൽ തലപ്പത്തിരിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം അഴിച്ച് കയറ്റി വിടുന്ന സ്ഥലമാണ് അമേരിക്ക. പുള്ളി ഇവിടുന്ന് ചാടി അമേരിക്കയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലാണ് കൃഷി. പുള്ളി ചോദിക്കുന്നത് എന്താ, ആദം പാപം ചെയ്തതിൻ്റെ പേര് ബാക്കിയുള്ളവരെ ചുറ്റിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളോടാണോ ചോദിക്കുന്നത് ഇതൊക്കെ? അങ്ങനെ ഒന്നൊന്നായിട്ടാണ് ചോദിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മതങ്ങളെ അപമാനിക്കുക എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പാസ്റ്ററായി, ഇങ്ങനെ അമേരിക്കയിലെത്തി? ഇത്രയേ ഉള്ളൂ. ചമുവേലിനെ പോലെ വെളിപ്പാടുള്ള ചമുവേലല്ല ഈ കുളത്തുപുഴക്കാരൻ ചമുവേൽ. കുളത്തുപുഴക്കാരനൊരു ചമുവേല. ആ ചമുവേലിന് മറ്റേ ചമുവേലിൻ്റെ അതുപോലത്തെ വെളിപ്പാടില്ല. അതുകൊണ്ട് ആ ചമുവേൽ എന്ത് ചെയ്യുന്നു, സ്വന്തക്കാരെയൊക്കെ പിടിച്ച് അമേരിക്കയിലും അതിലൊക്കെ കൊണ്ടുപോയി പാസ്റ്ററാക്കി വയ്ക്കുന്നു. പാസ്റ്ററാക്കി അവനോ ബോധക്കേട് പറയുന്നു. എല്ലാ മതങ്ങളും ഒരു ദൈവത്തെങ്കിലേക്കാണ് പോകുന്നത്. BDMTH ആകട്ടോ, BDMTH. മറ്റേ BD അല്ല, ഇത് വേറെ BD. അപ്പോൾ BDMTH ആണ്. BDയും DDയും ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ. പക്ഷെ ആൾ പറയുന്നത് എന്നാണെന്നറിയാവോ, കൃഷ്ണനാണേലും കൊള്ളാം, മറ്റേ വേറെ കുറേ പുള്ളികളുണ്ടല്ലോ, ഇതെല്ലാം പല പേരുകളാന്നേ ഉള്ളൂ, എല്ലാം ഒരു ദൈവത്തിലേക്കാണ് വരുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് BD ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഈ സൈസ് ബോധക്കേട് നമ്മൾ പറയില്ല. നമ്മളിപ്പോൾ ഈ പറയുന്നതൊക്കെ കേട്ട് അങ്ങനെ ചോദിക്കുന്നത് എന്നതാ ഈ പറയുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ രക്ഷിക്കപ്പെടണം. അപ്പോൾ രക്ഷിക്കപ്പെടാതെ പാസ്റ്ററാകാൻ പറ്റുമോ? പിന്നെ അതിനുള്ള തെളിവല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞത്? ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വിഷജീവികളൊക്കെ ഉണ്ട്. ആ വിഷജീവികളുടെ കടിയേറ്റ് എത്രയോ പേരായിരിക്കും മരിക്കുന്നത്. ദാരുണമായ അന്ത്യങ്ങൾ. സത്യാന്വേഷികൾക്ക് കടിയേക്കുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. സത്യാന്വേഷണം ഇല്ലാത്തങ്ങളൊക്കെ അതുങ്ങളുടെയൊക്കെ മുമ്പിൽ ചെന്ന് പെടും, കടിക്കുകയും ചെയ്യും. അവർ കടിച്ച് ഒരു പരുവാക്കി വിടും. അപ്പോൾ ഇടയ്ക്ക് അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിച്ചാലൊന്നും ഉത്തരം കിട്ടില്ല, പകരം അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിവിടെ ഒരു സീരിയസ് ആയ കാര്യം നമ്മൾ എന്താ കണ്ടെത്തിയത്? നമ്മളെ കണ്ടെത്തിയ കാര്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സ്വയത്തിന് ജീവിക്കുന്ന ഒരുവന് ദൈവഇഷ്ടം മനസ്സിലാക്കാൻ കഴിയില്ല. തൻ്റെ സ്വയത്തിൽ ജീവിക്കുന്ന ഒരുവന് ദൈവഇഷ്ടം മനസ്സിലാക്കാൻ കഴിയില്ല. സ്വയത്തിന് മരിച്ച ഒരുവന് മാത്രമേ ദൈവഇഷ്ടം ഗ്രഹിക്കാൻ കഴിയൂ. അങ്ങനെ ദൈവഇഷ്ടം അനുസരിച്ച് ജീവിക്കാനായിട്ട് കഴിയുന്നത്. ഈ എണ്ണയ്ക്കകത്ത് തിരി മുങ്ങിക്കിടക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് സ്വയത്തിന് മരിച്ചാലല്ലേ നടക്കുകയുള്ളൂ. സ്വയത്തിന് മരിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ മുങ്ങിക്കിടക്കാൻ കഴിയൂ. ആ മുങ്ങിക്കിടക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു വിശേഷപ്പെട്ട അനുഭവമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1-2 പേര് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കരിന്തിരി മുറിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. കരിന്തിരി, അപ്പോൾ അത് ചിലർക്ക് മനസ്സിലായിട്ടില്ല. സഹോദരങ്ങളെ, ആ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ തിരി കത്തിച്ച് നോക്കുക. ആ തിരിയുടെ എഡ്ജിൽ, അതിൻ്റെ അഗ്രത്തിൽ ആ കത്തിയ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ചാർക്കോൾ പോർഷൻ, അത് മുറിച്ചു മാറ്റണം. കരിന്തിരി മുറിച്ചു മാറ്റിയെങ്കിൽ മാത്രമല്ലേ വീണ്ടും പ്രകാശിക്കൂ നല്ല നിലയിൽ. അവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മുറിച്ചു മാറ്റുന്ന ആ ഭാഗം, അത് മുറിച്ചു മാറ്റുന്നത് ഒരു പൊൻപാത്രത്തിലേക്കാണ് മാറ്റുന്നത്, ഒരു സ്വർണ്ണ പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. പൊൻപാത്രത്തിലേക്ക് മുറിക്കാൻ ഉപയോഗിക്കുന്നത് തങ്കം കൊണ്ടുള്ള ചവണകളാണ്, ടോങ്സ്. തങ്കം കൊണ്ടുള്ള ചവണകൾ. കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമില്ലേ, അത്
തങ്കം കൊണ്ടുള്ള ഉപകരണത്തെയാണ് ഉപയോഗിക്കുന്നത്. തങ്കം കൊണ്ടുള്ള ഉപകരണത്തെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണത് മുറിച്ചു മാറ്റുന്നത്. അപ്പോൾ കത്തുന്നുണ്ടെങ്കിൽ ഈ മുറിക്കലിൻ്റെ അനുഭവങ്ങളുണ്ടാവും. മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും വെട്ടുകത്തി വെച്ചല്ല മുറിക്കുന്നത്. മുറിക്കാൻ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലാണ്. അതായത് വലിയവനായ ദൈവം തൻ്റെ സന്നിധിയിൽ നിന്ന് കത്തുന്ന, പ്രകാശിക്കുന്ന ആ വിളക്ക് നിന്ന് കത്തുന്നത് എവിടെയാണ്? യഹോവയുടെ സന്നിധിയിൽ നിന്നാണ് കത്തുന്നത്. യഹോവയുടെ സന്നിധി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന് വേറൊരു പേര് പറയും, വിശുദ്ധ സ്ഥലം. നമ്മൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? ഇന്ന് വിശുദ്ധ സ്ഥലമൊന്നുമില്ല. നമ്മൾ പറഞ്ഞാൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഭക്തന്മാർ, തൻ്റെ വിശുദ്ധന്മാർ ലോകത്തിന് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അനുഭവം, വെളിച്ചം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത്, അതായത് തൻ്റെ വിശുദ്ധന്മാരെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് മഹാപുരോഹിതൻ ആ ഉപകരണങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസന്മാരെ കാണിക്കും. അപ്പോൾ അങ്ങനെ മുറിച്ചു മാറ്റും. യഥാർത്ഥ ശുശ്രൂഷകൻ അല്ലെങ്കിൽ യഥാർത്ഥ സഭയിൽ ഇങ്ങനത്തെ മുറിച്ചുമാറ്റലുകളുണ്ട്. ഇതിങ്ങനെ മുറിക്കും. അല്ലാതെ എപ്പോഴും സെപ്റ്റംബർ കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. സെപ്റ്റംബർ വരുന്നു, സെപ്റ്റംബർ വന്നു കേട്ടോ, ഒരു 6-7 ദിവസമായി വന്നിട്ട്. സെപ്റ്റംബർ വരുന്നു, സെപ്റ്റംബർ തകർക്കും നമ്മൾ. അതിന് മുമ്പുള്ള മാസം ഓഗസ്റ്റ്. ഓഗസ്റ്റ് പിശാചിൻ്റെ മാസമായിരുന്നു. ഒരുത്തൻ ഈ കൊല്ലം ജില്ലയിൽ നിന്ന് എല്ലാ കറക്ക് കമ്പനിയും വരുന്നത്. അയ്യോ, അവിടെ ചാത്തന്നൂർ ഒരുത്തനുണ്ട്. അവൻ പറയാ കഴിഞ്ഞ മാസം പിശാച് കൊണ്ടുപോയ മാസമാണ്. നോക്കണം, ഈ വിരുദ്ധൻ അതിനു മുമ്പുള്ള മാസം എന്നാ പറഞ്ഞതെന്നറിയാമോ? ജൂലൈയിൽ ഓഗസ്റ്റ് തകർക്കാൻ പോകുക എന്നാണ് പറഞ്ഞത്. ഓഗസ്റ്റ് പരിശുദ്ധാത്മാവിനോട് കൂടെയുള്ള മാസമാണ്. തലയിൽ ആൾതാമസം കുറവുള്ള വിശ്വാസികളുണ്ട് ഒത്തിരി. അത്തരക്കാർക്ക് ഇതൊന്നും മനസ്സിലാകില്ല. ആൾതാമസം കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ പോരെ. ഈ വിദ്വാൻ കഴിഞ്ഞ് 2 മാസം മുമ്പ് എന്താ പറഞ്ഞതെന്ന്? ജൂലൈ വളരെ മോശമായിരുന്നു. ഓഗസ്റ്റ് നമ്മുടെ കയ്യിൽ സാധനം, നമ്മുടെ കയ്യിലല്ലോ, സോഷ്യൽ മീഡിയ കിടപ്പുണ്ടല്ലോ. ഓഗസ്റ്റ് നമ്മൾ കത്തുന്നു, ജ്വലിക്കുന്നു, പല കാര്യങ്ങളും നടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുക കഴിഞ്ഞ ദിവസം സെപ്റ്റംബറിൽ ഓഗസ്റ്റ് പിശാച് പിടിച്ച മാസമായിരുന്നു. തുള്ളനും വെട്ടുക്കിളിയൊക്കെ പിടിച്ചോണ്ട് പോയി ഓഗസ്റ്റിനെ. പക്ഷെ സെപ്റ്റംബർ അങ്ങനെയായിരിക്കില്ല. പരിശുദ്ധാത്മാവിലൊരു സെപ്റ്റംബർ ആയിരിക്കും. അതിനെല്ലാം ആമയും പറയുന്ന ആളുകളോട് നമ്മൾ ലേവ്യ പുസ്തകമൊക്കെ തുറന്നു വെച്ചിട്ട് കർത്താവേ ഇതിങ്ങനെയാണ് ദൈവസഭ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളീ പറയുന്നതൊന്നും ആ കൂട്ടത്തിൽപ്പെട്ടൊരു മനുഷ്യനും മനസ്സിലാകില്ല. ഇത് സത്യാന്വേഷികളായ വിശുദ്ധന്മാർക്ക് മാത്രമായിട്ടാണ് നമ്മൾ പറയുന്നത്. അടിപ്പുപടിയായി പണിയുന്ന വിളക്ക്, അതിലേക്ക് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. ആ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മെ, നമ്മുടെ ജീവിതത്തെ പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് കത്താനുള്ള എണ്ണ കിട്ടുന്നത്. ജീവിതത്തിലെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിവിടും. അങ്ങനെ കടത്തിവിടുന്ന സമയത്ത് ഇറ്റിറ്റായിട്ട് എണ്ണ ഊറി വരും. അങ്ങനെ ആ ഊറി വരുന്ന എണ്ണയാണ് വിളക്കിൽ ഒഴിക്കുന്നത്. അല്ലേ? എണ്ണ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്. അത് കുറച്ചുകൂടെ തെളിച്ച് പറയാവുന്ന വേറൊരു ഭാഗമുണ്ട്. അത് ഒരു ദിവസങ്ങളിൽ വരും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇതിപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രസംഗികളുണ്ട് എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ സംഭവിക്കാൻ പാകത്തിന് ജീവിതത്തിലെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിവിടും. വിവിധങ്ങളായ, അതല്ലേ അപ്പോസ്തലന്മാർ പറയുന്നത്, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്ന്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ചാരമാക്കേണ്ടെന്നാണ് പത്രോസ് പറയുന്നത്. ഞങ്ങളൊക്കെ അത് അനുഭവിച്ചതാണ് മക്കളെന്നാണ് പറയുന്നത്. അയ്യോ, ഞങ്ങൾ എന്ത് അടിയിടിയൊക്കെ കൊണ്ട ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾ 1 ഇഞ്ച് പിന്മാറിയിട്ടില്ല. ഞങ്ങൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. പ്രകാശം പരത്തുകയായിരുന്നു. സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ അവിടെയോ, അല്ലെങ്കിൽ പിന്നെ എന്നാ യോപ്പയിലോ, അല്ലെങ്കിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിലോ എന്ന് വേണ്ട, എവിടെയും ഞങ്ങൾ ചെന്ന സ്ഥലത്തൊക്കെ ആളുകൾ പറഞ്ഞത് നീ വന്നത് ഉപകാരമെന്നാ. കാരണം എന്നാ, ഞങ്ങളെ പല നിലകളിലും പ്രസ് ചെയ്യുന്നുണ്ട്, ഞെക്കുന്നുണ്ട്. അങ്ങനെ ഞെക്കുമ്പോഴൊക്കെ അതൊന്നും ദോഷത്തിനല്ലെന്നേ. ഈ വിളക്ക് കത്തി നിൽക്കണം. കത്താൻ വേണ്ടിയിട്ടുള്ള എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രസംഗികൾ വരുന്നത്. പ്രസംഗികൾ 4 സൈഡിൽ നിന്നും പ്രസംഗികൾ വരും. അങ്ങനെയല്ലേ തെളിവുള്ള ഒലിവെണ്ണ എടുക്കുന്നത്. അപ്പോൾ തെളിവുള്ള ഒലിവെണ്ണയും ഈ തിരിയും ഇതിങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ടോങ്സ് അഥവാ ചവണകൾ കൊണ്ടത് മുറിച്ച് പൊൻപാത്രത്തിലേക്ക് മാറ്റുന്നു. ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അത് വേറൊരു ആംഗിളിൽ നിന്ന് വേറൊരു കാര്യവുമായി ബന്ധപ്പെടുത്തി അത് പറയുന്നത്.
അതായത് ദൈവരാജ്യം സംബന്ധിച്ച് നാം കൊടുക്കേണ്ടവരും അങ്ങനെ പ്രവർത്തിക്കേണ്ടവരും ഒക്കെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നതാണ് അവിടെ. ഞാൻ ആ ഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് വേറൊരു രീതിയിൽ നിങ്ങളോട് പറയുകയാണ്. അതായത് അത്യുന്നതനായ ദൈവത്തിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം ദൈവസന്നിധിയിൽ പ്രകാശം പരത്തുക, വില കൊടുക്കുകയാണ്, വില കൊടുത്ത് കത്തി അമരുകയാണ് ദൈവേഷ്ടത്തിന് വേണ്ടി. സ്വന്തം ഇഷ്ടങ്ങളൊന്നുമില്ല, സ്വന്തം ഇഷ്ടങ്ങളായി കരിഞ്ഞു പോകുന്നത്. സ്വന്തം ഇഷ്ടങ്ങൾ കരിയുമ്പോഴാണ് പ്രകാശം വരുന്നത്. അതായത് പ്രകാശം കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ എന്തോ? നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ അവിടെ കരിയുകയാണ്, കത്തി അമരുകയാണ്. അപ്പോൾ ദൈവേഷ്ടം വെളിപ്പെടുകയാണ്. അതാണ് ആ പ്രകാശത്തിലൂടെ വെളിപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു സമർപ്പണാനുഭവം, കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്ന ആ ജീവിതം, ഓരോ ദിവസത്തെയും ഇത് മുറിച്ചു മാറ്റുകയല്ലേ, മുറിച്ച് പൊൻപാത്രത്തിലേക്കാണ് മാറ്റുന്നത് വലുവനായ ദൈവം. അങ്ങനെ മാറ്റുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അതിനെ കാണുകയാണ്. വലുവനായ ദൈവം അത് കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ സമർപ്പണത്തിൽ നിൽക്കുന്നതൊന്നും ചുമ്മാ കണ്ണടച്ചിരിക്കുകയല്ല. ദൈവം കൊടുത്ത വില അല്ലേ, വില കൊടുത്ത് ക്രിസ്തീയ ജീവിതം നയിച്ചു മുൻപോട്ട് പോകുന്നതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. പൊൻപാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ അതെല്ലാം വെളിപ്പെടുന്നൊരു ദിവസമുണ്ട് അല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ തുള്ളിച്ചാടി ഓടിപ്പോകുന്ന ആൾക്കാരുണ്ട്. എന്നതാ ഇയാളീ പറയുന്നതെന്ന് ചോദിച്ച്. അതേസമയം അതൊക്കെ കേട്ട ആ ഒരു സമർപ്പണത്തിൽ വന്ന് പിന്നെ പ്രസംഗനെ നമ്മൾ കാണുന്ന പോലുമില്ലല്ലോ. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ പറഞ്ഞ നിലയിൽ പ്രകാശം പരത്തി, സ്വയത്തിന് കത്തി അമർന്ന്, ദൈവേഷ്ടം വെളിപ്പെടുത്തി അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അതെല്ലാം പൊൻപാത്രത്തിൽ സൂക്ഷിക്കുകയാണ്. നമ്മുടെ ജീവിതമാണത്. ആ കരിന്തിരി മുറിച്ചു മാറ്റുന്നത് എന്താ കാണിക്കുന്നത്? കത്തി അമർന്ന നമ്മുടെ ജീവിതം, കത്തി അമർന്ന നമ്മുടെ ജീവിതം അത് പൊൻപാത്രത്തിൽ സൂക്ഷിക്കുകയാണെന്നേ. നമ്മുടെ ദൈവം അനീതിയുള്ളവനല്ല, എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഒരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും എന്ന് വെച്ചാൽ, ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ പറയപ്പെട്ട നിലയിൽ ദൈവേഷ്ടം ചെയ്ത് പ്രകാശം പരത്തി നിങ്ങൾ ഈ ഭൂമിയിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിച്ചാൽ നിശ്ചയമായും പ്രതിഫലം മേടിക്കുന്നൊരു ദിവസം വരുന്നു. പ്രതിഫലങ്ങളും കിരീടങ്ങളും വാങ്ങുന്നൊരു ദിവസം വരുന്നു. അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് നിലത്തൊരിക്കലും വിടില്ല കേട്ടോ, ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് സമാഗമന കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. ഈ കൂടാരം മരുഭൂമിയിലൂടെയാണ് പോകുന്നത്. ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ഓരോരോ സ്ഥലങ്ങളിലാണ് ക്യാമ്പ് ചെയ്യുന്നത്, അഥവാ പാളയം അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാളയം അടിക്കുന്ന മണലാരണ്യത്തിലാണ്, മണലിലാണ്. അവിടെയല്ലേ വിളക്ക് വെച്ചിരിക്കുന്നത്. ഈ വിശുദ്ധ സ്ഥലം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പുരോഹിതൻ ദിവസേന കടന്നു വരുന്നു, മഹാപുരോഹിതനും അവിടെ വരുന്നുണ്ട്. അത് മണലിലാണ്, അവിടെ മണലാണ്. താഴേക്ക് നോക്കിയാൽ മണലാണ്, വേറൊന്നും കാണാനില്ല. അപ്പോൾ അത് മുറിച്ച് താഴേക്ക് ഇടുകയല്ല, താഴേക്ക് ഇട്ടിട്ട് വരുന്നവൻ ചവിട്ടുകയല്ല അല്ലേ? അങ്ങനെയാണോ? ഒരിക്കലും അല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? അത് യഹോവയ്ക്ക് വിശുദ്ധമാണ്, യഹോവയ്ക്ക് പ്രിയമുള്ള കാര്യമാണ്. താനൊന്നും മറന്നു കളയുന്ന ദൈവമല്ല. തൻ്റെ സ്മരണയുടെ പുസ്തകത്തിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നേ. തൻ്റെ സ്മരണയുടെ പുസ്തകത്തിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം കുഞ്ഞുകളിയാണെന്നാണോ വിചാരിച്ചത്? സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി നിന്ന് ആട്ടും തുപ്പുമൊക്കെ കൊള്ളുന്നത് വെറുതെയാണോ? നിങ്ങൾ എന്നാ വിചാരിച്ചത്? ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം 4 സൈഡിൽ നിന്നാണ് ഞാൻ ആക്രമിക്കപ്പെടുന്നത്. പെന്തിക്കോസുകാർ പഠിക്കും, ന്യൂ ജനറേഷൻ പെന്തിക്കോസ് പഠിക്കും, ഓർത്തഡോക്സിലെ അച്ഛനും കിട്ടിയാൽ 2 തരും, കാത്തോലിക്കിനും കിട്ടിയാൽ തരും. എല്ലാ സൈഡിൽ 4 സൈഡിൽ നിന്ന് പോകുന്നവരെല്ലാം ഒരു തൊഴിൽ തന്നിട്ടാണ് പോവാറ്. ഇതിന് മാത്രം ഞാൻ എന്നാ തെറ്റാ ചെയ്തതെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ദൈവം, വേറെ എത്രയോ ഉദ്ദേശിമാർ ഈ നാട്ടിലുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ദൈവേഷ്ടപ്രകാരം ഒരു സമർപ്പിത ജീവിതം നയിക്കുമ്പോൾ അത് മറന്നു കളയുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. 4 സൈഡിൽ നിന്നും ആളുകൾ ആക്രമിക്കുന്നുണ്ട്, പഴിക്കുന്നുണ്ട്, ദുഷിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. നമ്മളിവിടെ പല കാര്യങ്ങളും ഓപ്പണായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യാറുണ്ട്, വചനവിരുദ്ധമായ കാര്യങ്ങളെ. അത് മൂടി വെച്ച് സംസാരിക്കാറില്ല. കാരണം മൂടി വെച്ചും പൊതിഞ്ഞു വെച്ച് സംസാരിച്ചാൽ ആളുകൾക്ക് മനസ്സിലാകില്ല. ഒരൊറ്റ ആയുസേ നമുക്കുള്ളൂ, വിലപ്പെട്ടൊരായുസ്. അത് തീപ്പൊയ്കയിൽ അവസാനിപ്പിക്കേണ്ട ഒരു ജീവിതമല്ല, ക്രിസ്തുവിനോടുകൂടെ വിശ്രമിക്കേണ്ട ഒരു ജീവിതമാണ്. വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ അവനോടുകൂടെ വാഴേണ്ടവരാണ് നാം, വാഴേണ്ടവരാണ്. അതിനുവേണ്ടി വിളിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അത് 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന്, കീഴോട്ട് പോകാൻ സാധ്യതയുണ്ട് തീക്കകത്തേക്ക്. ഇനി അഥവാ നമ്മൾ ആ രക്ഷയിൽ തന്നെ തുടർന്ന് പുതിയ ഭൂമിയിൽ എത്തുകയാണെങ്കിൽ, അങ്ങനെ പുതിയ ഭൂമിയിൽ എത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയല്ല,
പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരത്തിന് ഓഹരിക്കാരാകണം. അതിന് സമർപ്പിതർക്ക് മാത്രമേ സാധിക്കൂ. അത് കറുപ്പിക്കുന്നവനും വെളുപ്പിക്കുന്നവനൊന്നും പുതിയ യെരൂശലേമിൻ്റെ പടിക്കെട്ട് കാണില്ല കേട്ടോ, കുറിച്ചു വെച്ചോ. അപ്പോൾ സായിപ്പ് കാണുമോ മദാമ കാണുമോ എന്നൊന്നും ചോദിച്ചു വരണ്ട. വിശദമായ പഠനത്തിനുള്ള സ്കോപ്പ് ഇവിടെയുണ്ട്, അതിനുള്ള ശേഷിയുണ്ട് പറയാനായിട്ട്. കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നേ പുസ്തകത്തിൽ. ഇപ്പം എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ, ഘട്ടം ഘട്ടമായിട്ട് പറയാം. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊള്ളുക. പറഞ്ഞ കാര്യങ്ങൾ എന്നാ? ഇതാണ് ക്രിസ്തീയ ജീവിതം. എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ ദൈവ ഇഷ്ടം ചെയ്തു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ കൂടുതൽ പ്രകാശിക്കണം, അധികം ഫലം കായ്ക്കണമെന്നാണ് യോഹന്നാൻ 15 എഴുതിയിരിക്കുന്നത്. അധികം ഫലം കായ്ക്കേണ്ടതിന് കൂടുതൽ ചെത്തും. അത് അവിടുത്തെ ഭാഷ എങ്ങനെയാണ്. ഇവിടെ പറയുമ്പോൾ എങ്ങനെ പറയും? ഇവിടെ ഇത് മുറിച്ചു മാറ്റും, കരിന്തിരി മുറിച്ചു മാറ്റി നേരെ താഴെ ഇടുകയല്ല, അങ്ങനെ ചവിട്ടാനുള്ളതല്ല. അതല്ലേ യഹോവയുടെ സന്നിധിയിൽ നാം കൊടുത്തിരിക്കുന്ന വില, അത് അവിടെ സൂക്ഷിക്കും. അല്ലെങ്കിൽ ക്രിസ്തു നിമിത്തം നാം അനുഭവിക്കുന്ന നിന്ദകൾ. മോശ ഇസ്രായേൽ ജനത്തോടുകൂടെ ഇറങ്ങി പുറപ്പെട്ടത്, ആ ഇറങ്ങി പുറപ്പെട്ട കാര്യത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിന്ദ വഹിച്ചെന്നാണ്. അന്നവിടെ ക്രിസ്തുവിൻ്റെ നിന്ദ എങ്ങനെയാണ് വഹിക്കുന്നത്? അതിനൊക്കെ ഉത്തരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ നിന്ദ വഹിക്കാനായി ഇറങ്ങി തിരിച്ചെന്ന് മോശയ്ക്കറിയില്ല. മോശ ഒരു സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, ലാഭം നോക്കിയില്ല, ഫറവോന്റെ പുത്രിയുടെ അതൊന്നും നോക്കിയില്ല, ഒരു സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇതാണ് സത്യം, ഇതാണ് ന്യായം എന്ന് മനസ്സിലാക്കി അതിനായിട്ട് ഇറങ്ങി തിരിച്ചു. മോശ മരിച്ച് എത്രയോ കൊല്ലം കഴിഞ്ഞ് എബ്രായ ലേഖനം എഴുതിയെന്നറിയാവോ? മോശ മരിച്ചിട്ട് അവിടെ പുല്ലും കൂടെ കിളത്തു. അപ്പോഴാണ് എബ്രായ ലേഖനം എഴുതിയത്. അവിടെ എഴുതി വെച്ചിരിക്കുക, മോശ ക്രിസ്തുവിൻ്റെ നിന്ദ വഹിച്ചു, അത് ദൈവസന്നിധിയിൽ യോഗ്യമാണ്. ചരിത്രത്തിൽ മുഴങ്ങുകയാണ് ആ ശബ്ദം. ഞാനും നിങ്ങളും സത്യത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ സത്യവിശ്വാസത്തിന് വേണ്ടി ഇവിടെ ആളുകൾ കുറവായിരിക്കും, അല്ലാത്ത കാര്യത്തിന് ആളുകൾ ധാരാളം ഉണ്ടാവും. സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ നിശ്ചയമായും അതിന് വിലമതിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. വിലമതിക്കുന്ന ഒരു ദൈവം, അതിനൊന്നും അവഗണിക്കില്ല. മറ്റുള്ളവർ നമ്മളെ പഴിക്കും, ദുഷിക്കും, നിന്ദിക്കും, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ നമുക്കുള്ളിൻ്റെ ഉള്ളിലൊരു ബോധ്യമില്ലേ, ഒരു സത്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. സത്യസഭ വെളിപ്പെടണം, യഥാർത്ഥ ഉപദേശം വെളിപ്പെടണം. ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങൾ നമ്മൾ തൃപ്തരല്ല, അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാത്ത ആളുകളിവിടെ കൂടുവോ? ഈ ആയുസിൽ തൃപ്തിയുള്ള ആളുകൾ വേറെ സ്ഥലത്ത് പോകും, അവരവിടെയുള്ള കാര്യങ്ങൾ കേട്ട് കോരിത്തിരിക്കും. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എൻ്റെ ചിന്ത ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ആ ചിന്ത ശരിയാകട്ടെ. കത്തി അമരാൻ സമർപ്പിക്കപ്പെട്ട മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. തങ്ങളെ തന്നെ മറ്റുള്ളവർ കാണണ്ട, തങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ട, തങ്ങളിലൂടെ ക്രിസ്തുവിനെ കാണട്ടെ, തങ്ങളിലൂടെ ദൈവേഷ്ടം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കത്തിക്കോട്ടെ, അത് കത്തിപ്പോകട്ടെ, അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന നിലയിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണ്ടേ. ഇപ്പം ഇവിടെ ഈ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒറ്റയൊരു കാര്യമുള്ളൂ. ഈ വിശുദ്ധ ജീവിതം, ഈ വില കൊടുത്ത് നമ്മൾ മുൻപോട്ട് പോകുന്നത്, അതിനെ ഒന്നും മറക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം എന്ന് വിശുദ്ധന്മാരെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാ. ആ ബോധ്യം എനിക്ക് നാളുകളായിട്ടുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ തൻ്റെ ഇടത്തിലാണ് ഞാൻ ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. അതിനെ ഒന്നും മറക്കുന്നൊരു ദൈവമല്ല. അബ്രഹാം തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ സ്വർഗത്തിലെ ദൈവം അബ്രഹാം പോലും ചിന്തിച്ചില്ല. അബ്രഹാം അതൊന്നും ചിന്തിച്ചിട്ട് ചെയ്തതല്ല. തൻ്റെ ഭവനത്തിൽ വന്ന 3 പുരുഷന്മാരെ സ്വീകരിച്ചതും ബഹുമാനിച്ചതും അത് പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന ഓർത്തിട്ടൊന്നും അല്ല അബ്രഹാം ചെയ്തത്. അബ്രഹാമിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബോധ്യത്തിൽ ചെയ്തതാണ്. അതുപോലെ നാമും ഈ സത്യവിശ്വാസത്തിന് വേണ്ടി അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് നിന്നാൽ ദൈവസന്നിധിയിൽ അതെല്ലാം പ്രസാദകരമായിരിക്കും. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പറയാമെന്ന്, എന്നാൽ അങ്ങോട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സമൂഹത്തെക്കുറിച്ചും അതിലെ നിവാസികളെക്കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ പറയണമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകാനായിട്ട് ഇനി സമയമില്ല. പകരം ഞാൻ പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിൽ ഒരു ചിന്ത പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. അതായത് പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 34-35 വാക്യം നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ളൊരു പാരഗ്രാഫ് അഭിഷേക തൈലത്തെക്കുറിച്ചാണ് പറയുന്നത്. അഭിഷേക തൈലത്തെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പാരഗ്രാഫ്, അതായത് ലാസ്റ്റ് പാരഗ്രാഫ് 30-ാം അധ്യായത്തിൻ്റെ 34-35 അങ്ങനെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് സുഗന്ധ ധൂപപീഠത്തിൽ അർപ്പിക്കേണ്ട സുഗന്ധ വസ്തുക്കളെക്കുറിച്ചാണ് കാണുന്നത്. സുഗന്ധ ധൂപപീഠത്തിൽ അർപ്പിക്കേണ്ട സുഗന്ധ വസ്തുക്കളെക്കുറിച്ചാണ് കാണുന്നത്. അവിടെ
പറയുന്നത്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരൻ്റെ വിദ്യ പ്രകാരം നിർമ്മലവും വിശുദ്ധമായ ധൂപവർഗം ഉണ്ടാക്കണം. അതായത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇത് വളരെ കോസ്റ്റ്ലി ആയ കാര്യങ്ങളാണ്. ഇവിടെയാണ് ഞാൻ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയുടെ കാര്യം പറഞ്ഞില്ലേ. അതായത് നമ്മുടെ ജീവിതത്തെ ചില പ്രസിംഗുകളിലൂടെ കടത്തിവിടും. ആ പ്രസിംഗുകളിലൂടെയൊക്കെ കടത്തിവിടുന്നത് ഈ പറഞ്ഞതുപോലെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയ്ക്കാണെന്ന് അവിടെ പറഞ്ഞല്ലോ. അതുപോലെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഇവിടെ വരുന്നത്. ആത്മാവിലുള്ള ആരാധന എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാനുണ്ട്. അത് പെൻഡിങ്ങിലിരിക്കുന്നതാണ്. കുറേ നാളുകളായി, ഒരു വർഷത്തിൽ കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നത് പെൻഡിങ്ങിലിരിക്കുന്നു. പൗലോസിൻ്റെ 3-ാം മിഷൻ യാത്ര, അത് എഫെസോസിൽ വന്നു. അത് എഫെസോസിലെത്തി. അവിടെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചു. പൗലോസ് ചോദിച്ചതാ, നമ്മളും ചോദിച്ചു. അങ്ങനെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോഴാണ് ഈ ആത്മനിറവിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. ആത്മനിറവിൻ്റെ അനുഭവത്തോട് ഉള്ള ബന്ധത്തിൽ ചേർത്ത് പറയാനിരിക്കുന്ന ഒരു കാര്യമാണ് ആത്മാവിലുള്ള ആരാധന അഥവാ സത്യാരാധന. ആ കാര്യങ്ങൾ പറയുമ്പോൾ വിശദമാക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു പാരഗ്രാഫാണിത്. അത് അന്ന് പറയാൻ വെച്ചിരിക്കുന്നതാണ്. കാരണം അതിലെ ഓരോന്നും പുറത്തെടുത്തിട്ട് വിശദമായി പറയേണ്ടതാണ്. അത് എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നും അതെങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ പൗഡർ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കാൻ കഴിയുമെന്നൊക്കെയുള്ള കാര്യം അതൊരു സീരിയസ് ആയ ഒരു സ്റ്റഡിയാണ്. അത് വളരെ ആസ്വദിച്ച് പറയേണ്ടതും കേൾക്കേണ്ടതുമായ കാര്യമാണ്. അവിടെയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ കറുപ്പിക്കുന്നതും വെളുപ്പിക്കുന്നതും കാര്യമൊക്കെ അത് കേൾക്കുന്നതും ബോധം കെട്ടുപോകും. എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ധൂപപീഠത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി റിലേറ്റഡ് ആണ്, ക്രിസ്തീയ ജീവിതവുമായി റിലേറ്റഡ് ആണ് ഈ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും. അവിടെയെല്ലാം യോഹന്നാൻ്റെ ശബ്ദം കിടന്ന് മുഴങ്ങും. ഇത് ഓരോന്നും ധൂപപീഠത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ യോഹന്നാൻ എന്നാ പറഞ്ഞത്? അവനോ വളരണം, ഞാനോ കുറയണം. അവനോ വളരണം, ഞാനോ കുറയണം എന്ന് പറഞ്ഞാൽ ആ സത്യാരാധനയ്ക്ക് വരുമ്പോൾ ഇതാണെന്നേ അതിൻ്റെ പാറ്റേൺ വെളിപ്പെടും സത്യാരാധനക്കാരൻ്റെ മുമ്പിൽ. അതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഒറ്റ ചിന്ത പറഞ്ഞങ്ങ് വിടാം. അതായത് ഇപ്പോൾ വായിച്ചല്ലോ, ഈ വക കാര്യങ്ങളൊക്കെ എടുത്ത് അത് പൊടിക്കണം അല്ലേ? അതെല്ലാം പൊടിച്ച് ധൂപവർഗമാക്കണം. എന്നിട്ട് അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ, നീ അതിലേതാനും ഇടിച്ച് പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വെക്കണം. അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഒന്ന് ഭാവന കണ്ടേ. ഒരു 4-5 കൂട്ടം കാര്യം പറഞ്ഞു. അതിൽ 4 കൂട്ടം സുഗന്ധവർഗ്ഗങ്ങളാണ്, 1 ഉപ്പാണ്. അങ്ങനെയാണ് 5 വരുന്നത്. അപ്പോൾ ഈ 4 കൂട്ടം കാര്യങ്ങൾ വളരെ വിലപിടിപ്പുള്ളതാണ്, കോസ്റ്റ്ലിയാണ്. അത് റയറായിട്ടുള്ള കാര്യങ്ങളാണ്, കോസ്റ്റ്ലിയാണ്. അങ്ങനെയുള്ള ആ കാര്യങ്ങൾ പൊടിച്ച് ധൂപപീഠത്തിൽ നിരത്തുന്നു എന്ന് ചിന്തിക്കുക. ധൂപപീഠത്തിൽ, ഇൻസെൻസ് ഓൾട്ടറിൽ, ഈ സമാഗമന കൂടാരത്തിലോ യെരുശലേം ദേവാലയത്തിലെയോ ശുശ്രൂഷകളിൽ ഏറ്റവും സീരിയസ് ആയ ഗാംഭീര്യമുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്, അവർ ഭയത്തോടെ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നതാണ് ഈ പരിമള ധൂപാർപ്പണം. ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കുക എന്ന് പറയുന്നത്. ആ ധൂപാർപ്പണത്തിന് വരുന്ന പുരോഹിതൻ ധൂപം അർപ്പിച്ചിട്ട് വീട്ടിൽ തിരിച്ചു പോകുമെന്ന് ഗ്യാരണ്ടി ഇല്ലാതെയാണ് വരുന്നത്. അത്ര ഭയപ്പാടോടുകൂടിയാണ് വരുന്നത്. കാരണം ധൂപപീഠത്തിൻ്റെ ചേർന്നാണ് തിരശ്ശീലയിരിക്കുന്നത്. തിരശ്ശീലയുടെ തൊട്ടപ്പുറയാണ് തിരശ്ശീലയുടെ തൊട്ടപ്പുറയാണ് മോസ്റ്റ് ഹോളി പ്ലേസ് അഥവാ അതിപവിത്രമായ സ്ഥലം അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലം. അവിടെ യഹോവയുടെ തേജസ് നിറഞ്ഞു നിൽക്കുകയാണ്. ആ തേജസ് അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. ദൈവസാന്നിധ്യമല്ലേ അവിടെ ദൈവശബ്ദം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ യഹോവയുടെ സന്നിധിയിലാണ് ഈ ധൂപം അർപ്പിക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് ഇത് അത്ര സീരിയസ് ആകുന്നത്. അത് നമ്മെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ 2 പ്രധാന കാര്യം പറയുന്നത്. 1, മധ്യസ്ഥ പ്രാർത്ഥനയെ കാണിക്കുന്നു ധൂപപീഠം. 2, അത് ആത്മാവിലുള്ള ആരാധനയെ കാണിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയും നമ്മൾ ഈ ധൂപപീഠവുമായി കണക്ട് ചെയ്താണ് നമ്മൾ വിശദീകരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയും. ഓക്കെ, ഇനി നിങ്ങളുടെ ചിന്ത ധൂപപീഠത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഈ 5 കൂട്ടം സാധനം ധൂപപീഠത്തിൽ നിരത്തി. ഈ 5 കൂട്ടം ധൂപപീഠത്തിൽ നിരത്തി കഴിഞ്ഞാൽ സുഗന്ധം വല്ലതും വരുമോ? ഈ 5 കൂട്ടം കാര്യങ്ങൾ ധൂപപീഠത്തിൽ നിരത്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ സുഗന്ധം വരട്ടെ എന്ന് പറഞ്ഞാൽ സൗരഭ്യം പരത്താൻ പറഞ്ഞാൽ പരക്കുമോ? എന്ത് ചെയ്യേണ്ടി വരും അവിടെ? ഇതിങ്ങനെ നേർമയായി പൊടിച്ച് ധൂപപീഠത്തിൽ വെച്ചു, ഓക്കെ. അങ്ങനെ വെച്ചാൽ അത് യഹോവയ്ക്ക് പ്രസാദകരമാണ്. സമ്പൂർണ്ണമായിട്ട് പ്രസാദകരമാവുമോ? അതായത് പറഞ്ഞ അത്രയും കാര്യം ഓക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രസാദകരമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ വെച്ചാൽ യഹോവയ്ക്ക് പ്രസാദകരമാവുമോ? ഇങ്ങനെ കൊണ്ടങ്ങ് അവസാനിപ്പിച്ചാൽ മതിയോ?
ഇങ്ങനെ അവസാനിപ്പിച്ചാൽ സൗരഭ്യം പരക്കൂ? ഇതാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യണം സൗരഭ്യം പരക്കാൻ എന്നുള്ളതാണ് എൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് തീക്കനൽ നിരത്തണം. അവിടെ തീയുമായിട്ട് സ്പർശിക്കപ്പെടണം. ഈ സുഗന്ധവർഗ്ഗങ്ങൾ തീയുമായിട്ട് സ്പർശിക്കപ്പെടണം. ഓട്ടോമാറ്റിക്കലി സൗരഭ്യം വരും. തീയില്ലാതെ സൗരഭ്യം വരുമോ? ഇവിടെ അസൽ തീയുടെ അനുഭവമാണ് വരുന്നത്. ജീവിതം ഇങ്ങനത്തെ തീയുടെ അനുഭവത്തിലൂടെ കടത്തിവിടും നമ്മുടെ ജീവിതം. അങ്ങനെ ജീവിതം തീയുടെ അനുഭവത്തിലൂടെ കടത്തിവിടുമ്പോഴാണ് നറുംപശയും ആൽബാനപ്പശയും ഗുൽഗുലുവും പിന്നെ നിർമ്മല സാമ്പ്രാണിയും ഒക്കെ ഇങ്ങ് വെളിപ്പെട്ട് വരണം, പുറത്തേക്ക് വരണം. അതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ തീയുടെ അനുഭവങ്ങളുണ്ട്. തീയുടെ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത് വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കണം, അതിൽ തിരി മുങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞാണ്. അത് കത്തി നിൽക്കും അതിൻ്റെ അഗ്രം. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ധൂപപീഠത്തിൽ വരണം, അല്ലേ? വിശുദ്ധമായൊരു ജീവിതം. അതിലൊരു വാക്യമുണ്ട് കേട്ടോ. അതിലൊരു വാക്കുണ്ട്. ഈ 30-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൻ്റെ ഒടുക്കം ഇങ്ങനെ കാണാം. ഒടുക്കം അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം. അവസാന ഭാഗത്ത് കാണുകയാണ്. അതായത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം. വിശുദ്ധമായൊരു ജീവിതം നയിക്കണം. യേശുക്രിസ്തുവിൻ്റെ ലൈഫ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിവിശുദ്ധമായിരുന്നു. അതുപോലെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ തീയുടെ അനുഭവങ്ങൾ എപ്പോഴെല്ലാം വന്നിട്ടുണ്ടോ, ഏതെല്ലാം സമയത്ത് വന്നിട്ടുണ്ടോ, ആ വന്ന സമയത്തെല്ലാം സൗരഭ്യം പരത്തിയിട്ടുണ്ട്. തീയുടെ അനുഭവങ്ങൾ വന്നപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ തീയുടെ അനുഭവങ്ങൾ വരുമ്പോൾ സൗരഭ്യമാണോ അതോ പിറുപിറുപ്പാണോ അതോ നിരാശകളാണോ വരുന്നതെന്ന് നമ്മളൊന്ന് ആരാഞ്ഞ് നോക്കിയിട്ട് പിരിയാം. സമ്പൂർണമായൊരു സമർപ്പണത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ 5 കൂട്ടം കാര്യങ്ങളും പൊടിക്കും. അതിന് താല്പര്യമില്ലാത്തവരൊക്കെ ഗുഡ് ബൈ പറഞ്ഞോ. വന്നത് എവിടെ നിന്നാന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിച്ചു പോക്കോ. ചുമ്മാ ബെന്തിക്കോസായിട്ട് നടന്ന ആയുസ് പാഴാക്കണേ എന്തിനാ? അതായത് ആത്മീയവും ഇല്ല, ഭൗതികവും ഇല്ല, ഒന്നുമില്ലാതെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? പഴയ സ്ഥലത്തൊക്കെയാണെങ്കിൽ നമുക്ക് ലോകത്തെ ആസ്വദിക്കാം, ആവോളം ആസ്വദിച്ച് ജീവിച്ചു പോവാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പൊടിക്കും, സൗരഭ്യം പരത്തേണ്ടതുണ്ട്. ഗ്യാരണ്ടി. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ വാസ്തവമായി രക്ഷാനിർണയം പ്രാപിച്ചവരാണ്. ഒരു സമർപ്പണാനുഭവത്തിലാണെങ്കിൽ പൊടിച്ചിരിക്കും. കാരണം ഒരു സത്യാരാധനയ്ക്ക് വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ജീവിതം കൊണ്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ബാഹ്യമായ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലെന്നേ. ബാഹ്യമായ കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതും പറയാൻ വിട്ടുപോയതുമായ ഒരു ഭാഗം. ഈ പ്രസംഗിക്കുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തി ദേഹം, ദേഹി, ആത്മാവ് എന്ന വിഷയത്തിൽ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരണം. അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഞാനും എൻ്റെ ദൈവം തൃപ്തരല്ല. ഒരു തൃപ്തിയില്ല ആ കാര്യത്തിൽ. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും കാര്യത്തിൽ അവകാശം ഉണ്ടെങ്കിൽ ഗുഡ് ബൈ, നമുക്കൊരു ഫെലോഷിപ്പിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു പിടിയുണ്ടെങ്കിൽ, പിടിയെന്ന് പറഞ്ഞാൽ സെൻട്രൽ കേരളയിലോട്ട് ഒരു സാധനമാണ് തിന്നുന്നത്, ആ പിടിയല്ല. നിങ്ങളൊരു പിടി മുറുക്കുകയാണെങ്കിൽ സോറി, ഗുഡ് ബൈ. ബുദ്ധിമുട്ടാണ് നമുക്ക് മുൻപോട്ട് പോകാൻ. കാരണം ഒരു മാതൃകാ പുരുഷൻ ഇവിടെ നിൽക്കുകയാണ്. അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്തവനാണ്. ബലിപീഠത്തിൻ്റെ കാഴ്ച പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബലിപീഠത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണുന്നത് എന്താ? പിതാവിൻ്റെ ഏകജാതനായ പുത്രനെ എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ്റെ തിരുമേനി തച്ചുടക്കപ്പെട്ട് ബലിപീഠത്തിൽ കിടക്കുകയാണ്. മുറുക്കപ്പെട്ട് അവൻ്റെ പുറം ഉഴവുചാല് പോലെ ഉഴുതു മറിച്ചെന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുക. എന്തിനു വേണ്ടിയാ? എന്നെ വീണ്ടെടുക്കുവാൻ. ആ തിരുമേനി, അസൽ തിരുമേനി അതല്ലേ, ആ തിരുമേനി തകർക്കപ്പെട്ടു, ഉടയ്ക്കപ്പെട്ടു. പിന്നത്തേതിൽ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിക്കുക, ത്രിയേകനാം ദൈവം ട്രയൂൺ ഗോഡ് വസിക്കുവാൻ പാകത്തിന് ഒരു സമർപ്പിത ശരീരമായി ഏൽപ്പിച്ചു കൊടുക്കുമോ? അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത ചോദ്യം, നിന്റെ ജീവിതം സമ്പൂർണമായും ദൈവഹിതത്തിന് വിധേയപ്പെടുത്തുമോ? മരുഭൂമിയിലെ വാസം വേഗത തീർത്ത് വാഗ്ദത്ത ഭൂമിയിലേക്ക് വരണം. സ്വയത്തിൻ്റെ മരണം സംഭവിക്കണം. ദിവസേന ക്രൂശിക്കപ്പെടണം. ദിവസേന ക്രൂശെടുക്കണം. ആ ഒരു ജീവിതാനുഭവത്തിലേക്ക് വരുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും?
എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ആ ചോദ്യം നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. തൊട്ട് മുമ്പ് പറഞ്ഞത് മറക്കണ്ട. തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? ഈ 5 കൂട്ടം കാര്യങ്ങൾ ധൂപപീഠത്തിലേക്ക് വെച്ചതുകൊണ്ട് കാര്യമില്ല. തീയുടെ അനുഭവം വേണം, തീയുമായി സമ്പർക്കം വേണം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, അഗ്നിശോധനയെങ്കിൽ അതിശയിച്ചു പോകരുത്. സൗരഭ്യത്തിന് വേണ്ടിയാണ് ഈ അഗ്നിയുമായുള്ള സ്പർശനം അനുവദിക്കുന്നത്. ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ, ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ കടത്തിവിടുന്നത് സൗരഭ്യത്തിന് വേണ്ടിയാണ്. യഹോവയുടെ സന്നിധിയിൽ അത് പ്രസാദകരമാണ്. അങ്ങനെ നിങ്ങൾ കത്തുമ്പോൾ ആ റിസൾട്ടുകൾ, അങ്ങനെ നിങ്ങൾ കത്തുമ്പോൾ, പ്രകാശം പരത്തുമ്പോൾ, ഫലം പുറപ്പെടുവിക്കുമ്പോൾ അതെല്ലാം മുറിച്ചു മാറ്റുന്നത് പൊൻപാത്രത്തിലേക്കല്ലേ? പൊൻപാത്രത്തിൽ സൂക്ഷിക്കുകയാണ്. ഒരു നാൾ പേർ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ അനാവരണം ചെയ്യപ്പെടും. അന്ന് സകലരുടെയും മുമ്പാകെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ഈ അന്ധകാര ലോകത്തിന് പ്രകാശം പരത്തിയവനെ, ദുർഗന്ധം വമിക്കുന്ന ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ സൗരഭ്യം പരത്തിയവനെ എന്നൊരു വിളി കേൾക്കാം. അല്ലേ? സൗരഭ്യം പരത്തിയവനെ, പരത്തിയവളെ എന്നൊക്കെയുള്ളൊരു വിളി കേൾക്കാം. ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് ഞെരക്കത്തോടെ കാത്തിരിക്കാം. ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രകാശം പരത്താം, സൗരഭ്യം പരത്താം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ പിരിയാം. താങ്ക് യു.